ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. ഇപ്പോൾ ഒരു ട്രെയിനർ ആവാൻ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒരു ട്രെയിനർ ആവാൻ എവിടെയൊക്കെയോ നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹമുള്ള കാരണം ഈ ഒരു സെഷനിൽ വന്നിരുന്നാണ് അല്ലേ. ഇത് നമ്മൾ ഇൻട്രോയിൽ കുറേ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു ബെസ്റ്റ് ട്രെയിനർ ആവാം, കുറെ ക്വാളിറ്റീസ് ഒക്കെ കെയർ ചെയ്തിട്ടില്ല എല്ലാ കാര്യങ്ങൾ ഡീപ്പറായി തന്നെ നമുക്ക് അഫ്ലൈ സർ ഒക്കെ പറഞ്ഞുതരും. അപ്പൊ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അഫ്സൽ സാറിനെ വെൽക്കം ചെയ്യാണ്. വെൽക്കം സർ. Thank you, Mr. Thank you so much. Good evening, everyone. With wholehearted gratitude, ഇവിടെ ഒരുപാട് ട്രെയിനേഴ്സിനെയും ഒരുപാട് ബഡ്ഡിംഗ് ട്രെയിനേഴ്സിനെയും ട്രെയിനർ ആവാൻ ആഗ്രഹമുള്ള ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട്. അറിയുന്ന ആൾക്കാരെ പേരും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇഷാർ സാറൊക്കെ ഇവിടെ വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വന്നാൽ നമ്മൾ കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് സെഷൻ ലീഡ് ചെയ്യുന്നു. ബിന്ദു മാം വന്നിട്ടുണ്ട്. താങ്ക് യു മാം. വേറെ ആരാ ഉള്ളത്? ഒരുപാട് അത്യാവശ്യം അറിയപ്പെടുന്ന ട്രെയിനേഴ്സ് ഒക്കെ ആണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു എന്താ പറയുക, നമ്മള് പൊതുവെ ഒരു സെഷന് കയറുന്ന സമയത്ത് നമ്മൾ എല്ലാ സെഷനിലും നമ്മള് ഒരു കാര്യം പറയാറുണ്ട്. മൂന്ന് കാര്യങ്ങൾ പറയാറുണ്ട്. മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇരിക്കുന്നത് ഒരു എം ടി കപ്പ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തുക. മീൻസ് നമ്മളൊരു ഫുൾ കപ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അധികം കൂടുതൽ അറിവുകളോ അല്ലെങ്കിൽ കിട്ടുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവില്ല. അപ്പൊ അതിന് പകരം ഒന്ന് എം ടി കപ്പ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അതേപോലെ ഒരു ഹ്യൂമൺ ആയിട്ട് ഇരിക്കുക. ബി എ ഹ്യൂമൺ. മീൻസ് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. അപ്പം ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ള ആൾക്കാരും ഒരുപാട് ജീവിത അനുഭവങ്ങളുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ജഡ്ജ്മെന്റൽ സ്റ്റേറ്റിൽ ഇരിക്കുന്നതിന് പകരം നമ്മളും ഒരു മനുഷ്യനാണ്, വീണ്ടും എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നതിന് പകരം അവരിലെ നന്മയെ ഐഡന്റിഫൈ ചെയ്ത് അത് എടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഒരു മെന്റാലിറ്റിയോട് കൂടി ഇരിക്കാൻ ശ്രമിക്കാം. പിന്നെയുള്ളത് പറഞ്ഞാൽ ബി എ ചൈൽഡ്. നമുക്കറിയാലോ, ഒരു ചെറിയൊരു കുട്ടിയുടെ പ്രത്യേകത എന്താണ്? നമ്മളൊരു നല്ല ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുന്ന സമയത്ത് അത് മാക്സിമം അതിൽ എത്രത്തോളം തവണ ചോദിച്ചിട്ടാണെങ്കിലും ആ കാര്യങ്ങൾ പഠിച്ചെടുക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവല്ലോ. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി ഇരിക്കാൻ ശ്രമിക്കാം. ഓക്കെ. പിന്നെ ഒന്നും കൂടെ എല്ലാവരോടും വിത്ത് ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ്, 34ഓളം ആളുകൾ നമ്മളെ ഈ വെബിനാറിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോരുത്തരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്താൽ മതി. ഏത് ഡിസ്ട്രിക്റ്റ് നിന്നാണെന്നൊന്ന് മെൻഷൻ ചെയ്താൽ സാറിന് എല്ലാ സെഷനും. ആയിഷ മാം കണ്ണൂർ, സഹല മലപ്പുറം, ഷംന ട്രിവാൻഡ്രം, നൈസ്, റാഷിന തൃശൂർ, അഫീഫ കണ്ണൂർ, ബിന്ദു ട്രിവാൻഡ്രം, ഇജാസ് കണ്ണൂർ, ഐഫോൺ തൃശൂർ, മുഹസിന പാലക്കാട്, ശ്രീവർഷ ന്യൂട്രീഷനിസ്റ്റ്, നൈസ്, ഫ്രം കൊച്ചി, നിഷാർ KKNS മലപ്പുറം, ഡോക്ടർ ശശികുമാരി കൊല്ലം, തൻസീഹ മലപ്പുറം, ഉമ്മൈവ പാലക്കാട്, സഫാന കോഴിക്കോട്, സുബീർ മലപ്പുറം, വിപിൻ തൃത്തല, മുഹമ്മദ് അഫ്താബ് കണ്ണൂർ, ഷിയ മലപ്പുറം, സുഹറ കാസർഗോഡ്, അഷ്റഫ് കാലിക്കറ്റ് താമരശ്ശേരി, ആതിര പ്രജിത്ത് കോഴിക്കോട്. അവരാ തോന്നുന്നു ഫസ്റ്റ് ജോയിൻ ചെയ്തത്. സെലീന മലപ്പുറം, ഷഫീല മലപ്പുറം, ബിന്ദു ട്രിവാൻഡ്രം, ഫിദ കണ്ണൂർ, മറവ കാസർഗോഡ്. താങ്ക് യു സോ മച്ച്. സാധാരണ നമ്മുടെ ഫ്രീ സെഷൻസിലൊക്കെ ഈ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഒരു 10-20% ആളുകൾ മാത്രമാണ് ഇതിന് റിപ്ലൈ തരാറ്. പറഞ്ഞിട്ടില്ലെങ്കിലും ക്ലാസ് നടക്കല്ലോ എന്നുള്ളത്. പക്ഷെ എല്ലാവരും നല്ല എനർജൈസ്ഡ് ആയിട്ട് കിട്ടുന്ന ഒരു എന്താ റിസീവിങ് മോഡിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ ഞാനിപ്പോ 3 കാര്യങ്ങൾ പറഞ്ഞത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഞാൻ അധികം വെച്ച് നീട്ടുന്നില്ല. നമുക്ക് കൂടുതൽ 8 വർഷത്തോളം ഈ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സാറിനെ കുറിച്ച് ഇൻട്രോ എന്താ പറയേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ സാറ് പറഞ്ഞത് ഒന്നും പറയണ്ട, അവര് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിച്ചറിയാനുണ്ടെങ്കിൽ അവരെന്നെ ചോദിച്ചോട്ടെ. അല്ലാണ്ട് അധികം നമ്മൾ പറഞ്ഞിട്ട് ഓർ എന്താ പറയുക പൊലിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഏതായാലും ഐ വുഡ് ലൈക്ക് ടു വെൽക്കം സാർ. താങ്ക് യു ഫോർ ബീങ് ഹിയർ സാർ. സാർ അൺമ്യൂട്ട് ചെയ്തോളൂ സാർ. Hello guys.
സാധാരണ ട്രെയിനിങ് പ്രോഗ്രാമിൽ എങ്ങനെ ഹലോ ഗൈസ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറയില്ലേ, റെസ്പോൺസ് ഇല്ല, ഒന്നുകൂടി ഞാൻ പറയാം ഹലോ ഗൈസ്, അതൊന്നുമില്ല കേട്ടോ. നിങ്ങൾ നിങ്ങളെ മൂഡിൽ ഇരുന്നാൽ മതി കേട്ടാ, സെറ്റാണ് ഇവിടെ. ഓക്കെ, കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. സോ ഗൈസ്, ഇന്ന് പിന്നെ ഈ പറഞ്ഞതുപോലെ നാളെ നമ്മുടെ യൂണിക് എക്സ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ അഡ്മിഷൻ എടുത്തവരുണ്ടാവും, എടുക്കാത്തവരുണ്ടാവും. പക്ഷെ ഞാൻ ആലോചിച്ചു, ട്രെയിനിങ് എന്നുള്ള മേഖലയിൽ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് കൊണ്ടല്ലേ നിങ്ങൾ ഇതിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ യൂണിക് എക്സ് അതാണ് ഇതാണ് ചക്കണം വാങ്ങണം എന്നൊക്കെ പറയുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 3 സ്റ്റോറി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ക്ലാസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ലൈഫിലോ അത് ഉപകരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 3 സ്റ്റോറി മാത്രം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് കിടക്കാം. നിങ്ങൾ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, സൂപ്പർ സൂപ്പർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അതായത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വേൾഡിൽ ആദ്യത്തെ കാർ കമ്പനി ഏതാർക്കെങ്കിലും അറിയോ? ആദ്യത്തെ കാർ കമ്പനി ടൈപ്പ് ചെയ്താൽ മതി. ഇയാള് ക്ലാസ് എടുക്കാൻ ക്വസ്റ്റ്യൻ ചോദിച്ച് വെറുപ്പിക്കാണല്ലോ അല്ലെ. ഫോർഡ്. ആ, അതായാലും ഒരു കൂടി. അഫ്സൽ ബ്രോ, നിങ്ങൾ ഇതിൽ ഇല്ല കേട്ടോ, ഇത് എന്റെ ഷോ ആണ്. നിങ്ങൾ അതിന്റെ ഇടയിൽ ഷോ അല്ലേ. അപ്പോ അത് ശരിയാണ്. പിന്നെ താങ്ക് യു സോ മച്ച്. അതായത് ലോകത്തിലെ ആദ്യത്തെ കാർ കമ്പനി ഫോർഡ് ആണ് കേട്ടോ. അതിന്റെ പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ അതിന്റെ മുതലാളിയുടെ പേര് ഹെൻറി ഫോർഡ് ആണ്. ഹെൻറി ഫോർഡ് ആണ്. അപ്പൊ ഹെൻറി ഫോർഡ് കമ്പനിക്ക് ഫോർഡ് എന്ന് പേരിട്ടു കേട്ടോ. അങ്ങനെ ഫോർഡ് കാർ ഇറങ്ങുന്ന സമയത്ത് ഇന്ത്യൻ റെയിൽവേക്ക് ട്രെയിൻ ഉള്ള പോലെ ഒറ്റ കാറ് മാത്രം ഉണ്ടായിരുന്നത്. അപ്പൊ ആ കാർ എല്ലാരും കാർ വാങ്ങണം, എല്ലാരും കാർ വാങ്ങാന്ന് പറഞ്ഞാൽ ലോകം മൊത്തം കാറാണ്. മനസ്സിലായില്ലേ? പൈസ അങ്ങോട്ട് വന്ന് 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 അങ്ങോട്ട് എത്തി. അങ്ങനെ പിന്നെ ഒരു ദിവസം ഹെൻറി ഫോർഡ് കമ്പനിയിലേക്ക് വരികയാണ്. അത് ഹെൻറി ഫോർഡിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ബർത്ത്ഡേന്റെ അന്ന് അയാള് ഫാക്ടറിയിലേക്ക് വരുന്ന സമയത്ത് ഫാക്ടറിക്ക് പൂട്ടി കിടക്കുകയാണ്. അപ്പൊ ഇയാൾ നോക്കുമ്പോ എന്ത് സീനെന്ന് മനസ്സിലാവില്ല. ഫാക്ടറി പൂട്ടി കിടക്കുകയാണ്, സെക്യൂരിറ്റിനെ അവരെ കാണാനില്ല. അപ്പൊ ഇദ്ദേഹം പക്ഷെ പിന്നെ ലോക്ക് കുറച്ച് അൺഫോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇയാള് ജസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ പൊക്കി നോക്കിയ സമയത്ത് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ എല്ലാരും ചാടി വന്ന് പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ കൊണ്ടുപോയി കാണിക്കുന്ന എന്താ അറിയോ, ഫോർഡിന്റെ ഏറ്റവും പുതിയൊരു മോഡലാണ്. അതായത് ഇദ്ദേഹത്തോട് പറയാതെ ഫാക്ടറിത്തെ എഞ്ചിനീയേഴ്സ് പുതിയൊരു കാർ ഉണ്ടാക്കി. എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ടാവും ബിസിനസ് ചെയ്യുന്നവർക്ക് അറിയാം. എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ടാവും നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ നമ്മുടെ എംപ്ലോയീസ് ഇറക്കുന്ന സമയത്ത് എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഊഹിച്ചൂടെ അത് അല്ലേ? ഇയാൾ എന്താ ചെയ്തെന്ന് പറയും, ഇയാള് നേരെ ഒരു ചുറ്റിക എടുത്തിട്ട് ആ കാറിന്റെ ചില്ലും പിന്നെ അതുപോലെ ബോണറ്റൊക്കെ അടിച്ചങ്ങോട്ട് പൊളിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോ ഇദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ, നിങ്ങളോട് ആര് പറഞ്ഞു പുതിയ കാർ ഉണ്ടാക്കാൻ? ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് കാർ ഉണ്ടാക്കാൻ. അപ്പൊ ഇവരും സർ അതല്ല, അപ്ഡേറ്റഡ് മോഡലാണ്, അടിപൊളിയാണ്. എന്തിനാണ് അപ്ഡേഷൻ? ഇത് അടിപൊളിയായി പോകുന്നില്ലേ? ഇനി ഇതിൽ എന്തെങ്കിലും ചെയ്തിട്ട് നാട്ടുകാരത് വാങ്ങില്ലെങ്കിൽ നിങ്ങൾ അതിന് ഉത്തരവാദിത്തം എടുക്കും, നിങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇവര് അത് ശരിയാണ്. അങ്ങനെ ഇവരെന്ത് ആ ടി മോഡൽ എന്നായിരുന്നു കേട്ടോ കാറിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് കാറിന്റെ പേര് ടി മോഡൽ ആയിരുന്നു, ഹിറ്റായ കാർ മോഡൽ. ഇദ്ദേഹം പുതിയ അപ്ഡേഷൻസ് ഒന്നും വരാൻ സമ്മതിച്ചില്ല. ഇന്ന് വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് കാർ ഫോർഡാണോ? ആണോ? അല്ല. സെക്കൻഡ് ബെസ്റ്റ് ഫോർഡാണോ? അല്ല. തേർഡ് ബെസ്റ്റ് ഫോർഡാണോ? അല്ല. ഞാൻ എത്ര ചോദിച്ചാലും നിങ്ങൾ അല്ലാന്ന് പറയണ്ടേ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ലൈഫിൽ ഒരു അപ്ഡേഷൻ ഇല്ലെങ്കിൽ നമുക്ക് എവിടെ എത്താൻ പറ്റൂല എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ കൂടെ ഇജാസ് എന്നൊരു പയ്യനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫുട്ബോൾ കളിക്കുന്ന ആളാണ്. അപ്പൊ ഇവൻ എന്റെ താഴെയാണ്, മനസ്സിലാവും, കളിക്കളത്തിൽ ഇവൻ എന്റെ താഴെയാണ്. അപ്പൊ ഞാൻ ഇവനെ എപ്പോഴും ഒരു പുച്ഛഭാവത്തോടെ നോക്കുക, മനസ്സിലായോ? അപ്പൊ കാരണം നമ്മൾ ഭയങ്കര പ്ലെയർ ആണെന്നുള്ള ചിന്തയല്ല നമുക്കുള്ളത്. പക്ഷെ നമ്മൾ ആ ഒരു ഏരിയ വിട്ട് നമ്മൾ രണ്ടു വർഷം വേറെ സ്കൂളിൽ പോയി, പ്രാക്ടീസ് ഒന്നുമില്ല, പഠിക്കാനൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഇജാസ് പറഞ്ഞ വ്യക്തി കളിച്ച് നമ്മുടെ ജില്ലയിലും സ്റ്റേറ്റിലും ഒക്കെ എത്താൻ തുടങ്ങിയത്. നിങ്ങൾ മനസ്സിലാക്കണം, ആ സമയത്ത് ഒന്നും അല്ലാത്തൊരു പയ്യനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തു. അതുപോലെ നിങ്ങൾക്കും അപ്ഡേഷൻ വേണം എന്നുള്ളതാണ്. ഇപ്പൊ യൂണിക് എക്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് കുറച്ച് അറിവുണ്ടാവും, ചിലപ്പോൾ നമുക്ക് കുറെ അറിവുണ്ടാവും. പക്ഷെ അറിവെന്ന് പറയുന്ന സംഭവം എവിടെയും സ്റ്റക്ക് ആവാൻ പാടില്ല എന്നുള്ളതാണ്, സ്റ്റോപ്പ് ആവാൻ പാടില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് ട്രെയിനേഴ്സിന്റെ കാര്യം. ട്രെയിനേഴ്സ് ഒരിക്കലും ഇപ്പൊ ചില ആൾക്കാർ ഞാൻ ഈ വർക്ക്ഷോപ്പ് കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഇനി എനിക്കൊന്നും വേണ്ട, ഞാൻ ഓക്കെയാണ്, സെറ്റ് ആണെന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ ഇന്നലെ മിന്നാന്ന് രാവിലെയാണ് ഞാൻ വന്നത്. ഞാൻ ഒരാഴ്ച ബാംഗ്ലൂരായിരുന്നു കേട്ടോ. ഞാൻ പഠിക്കാൻ പോയതാണ്, ബ്രേക്കിനും പഠിക്കാനും കൂടിയും പോയതാണ്. കാരണം എനിക്ക് പേടിയാണ്. എന്താ പേടി എന്ന് പറയും, എന്നെ ആരെങ്കിലും ഓവർടേക്ക് ചെയ്യുക എന്നുള്ളതല്ല, എനിക്ക് എന്റെ സാധനങ്ങൾ തീരുമ്പോഴത്തേനും എനിക്ക് അടുത്ത് ഉണ്ടാക്കേണ്ട എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. അപ്പൊ അപ്ഡേഷന് നിങ്ങളെ യൂണിക് എക്സ് സഹായിക്കും എന്നുള്ളതാണ് കേട്ടോ.
അതിന്റെ കൂടെ തന്നെ പറയാനുള്ളത്, പിന്നെ നിങ്ങള് കാഷ്യസ് ക്ലേ എന്ന് കേട്ടിട്ടുണ്ടോ? കാഷ്യസ് ക്ലേ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടില്ല? എന്നാൽ ഞാൻ വേറൊരു പേര് പറയാം, അപ്പൊ നിങ്ങൾ കേൾക്കും. മുഹമ്മദ് അലി എന്ന് കേട്ടിട്ടുണ്ടോ? ബോക്സർ ഇല്ല, അതുമില്ല, ഉണ്ട്. കേട്ടിട്ടുണ്ട്, അടിപൊളി. ഷർബ്രോ കേട്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ. അപ്പോ ഈ മുഹമ്മദ് അലി എന്ന് പറഞ്ഞ വ്യക്തി പിന്നെ 1963 എനിക്ക് ഓർമ്മയില്ല, ആ ഒളിമ്പിക്സിൽ പിന്നെ ഫൈറ്റ് ചെയ്തിട്ട് ഗോൾഡ് മെഡൽ കിട്ടി അദ്ദേഹത്തിന് കേട്ടോ. അതെ, അദ്ദേഹത്തിന്റെ ഓൾഡ് നെയിമാണ് കാഷ്യസ് ക്ലേ. അപ്പൊ ഇദ്ദേഹത്തിന് പിന്നെ ലൈഫില് ഗോൾഡ് മെഡൽ കിട്ടി ഒളിമ്പിക്സിൽ കേട്ടോ. ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടിയ സമയത്ത് ഇദ്ദേഹം ഭയങ്കര മൂഡായിട്ട് കിട്ടിയില്ലേ. അങ്ങനെ ആ മൂഡില് അമേരിക്കയിലായിരുന്നു ഒളിമ്പിക്സ് തോന്നുന്നുണ്ട്. അമേരിക്കയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ സമയത്ത് മെഡലൊന്നും ഊരിയിട്ടില്ല, കാരണം ചാമ്പ്യൻ അല്ലേ, വേൾഡ് ചാമ്പ്യൻ ആണ്. അങ്ങനെ മെഡലൊന്നും ഊരാതെ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാർ ഇയാളെ പുറത്താക്കി. റീസൺ എന്താ? റേസിസം, കറുത്ത വർഗ്ഗക്കാരനാണല്ലോ അല്ലെ? അപ്പൊ കറുത്ത വർഗ്ഗക്കാരനെ ഒഴിവാക്കിയപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചാമ്പ്യനാണ്, ഞാൻ ഈ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ആളാണെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഏത് ചാമ്പ്യനാണ്, നീ കറുത്ത വർഗ്ഗക്കാരൻ, നീ പുറത്തു പോയാൽ മതി. ഇദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? ഇദ്ദേഹം ആ ദേശത്തിൽ ഇങ്ങനെ വളരെ ഡൗൺ ആയി, ഒന്നും ചെയ്തില്ല, ഫ്രസ്ട്രേഷൻ വന്ന് ഓടി. അവിടെയാണ് ഓഹിയോ നദി എന്ന് പറഞ്ഞൊരു നദി ഉണ്ട് അവിടെ. ഓഹിയോ ഒരു പുഴയാണ്, നദിയാണ്. അപ്പോ അതിലേക്ക് ആ മെഡൽ എടുത്തിട്ട് ഒറ്റ കയറാ, എനിക്കിനി വേണ്ട, എനിക്ക് എന്തിനാ ഒരു അംഗീകാരം, എനിക്ക് ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് എന്തിനത്ര അംഗീകാരം, എനിക്ക് എന്റെ ആവശ്യമില്ല. അങ്ങനെ ആ ഓഹിയോ നദിയിലേക്ക് മെഡൽ വലിച്ചെറിഞ്ഞു കേട്ടോ. വലിച്ചെറിഞ്ഞിട്ട് കാലം, അതായത് 1960 നടന്ന ഈ സംഭവത്തിന് ശേഷം കാലം 1994 സമ്മർ ഒളിമ്പിക്സിൽ അമേരിക്കയിൽ നടന്ന സമയത്ത് അതിന്റെ പിന്നെ ദീപശിഖ കൊളുത്താന്നോ അല്ലെങ്കിൽ ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ട് അവര് വിളിച്ചത് മുഹമ്മദ് അലി ആയിരുന്നു. അന്ന് പത്രത്തില്, ഇതൊന്നും മോട്ടിവേഷൻ അല്ല, ഞാൻ പറഞ്ഞുതരാം, വേറെ കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ തരിക്കരുതാരും കേട്ടോ. അന്ന് പത്രത്തിൽ വന്നൊരു സംഭവം എന്താണെന്നറിയോ? ഓഹിയോ നദി തിരിച്ചൊഴുകുന്നു എന്നുള്ളതാണ്. ഓഹിയോ നദി തിരിച്ചൊഴുകുന്നു, മനസ്സിലാവണ്ടോ? അപ്പൊ ഇവിടെ പിന്നെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നമ്മൾ ചില സമയത്ത് നമ്മളുടെ ഒരു ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വിലക്കപ്പെട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നമുക്ക് ചില അംഗീകാരങ്ങൾ കുറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ നമുക്ക് വേണ്ടത്ര അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ? ചിലപ്പോൾ നമ്മളെ ചതിച്ചിട്ടുണ്ടാവും, വഞ്ചിച്ചിട്ടുണ്ടാവും, വെറുപ്പിച്ചിട്ടുണ്ടാവും അല്ലെ? പറ്റയുടെ സൈഡിലേക്ക് തള്ളി മാറ്റി വെച്ചിട്ടുണ്ടാവും ചില സമയത്തൊക്കെ ലൈഫ് അല്ലെ? അപ്പൊ ആ ഒരു ലൈഫിലേക്ക് ഇപ്പൊ നമുക്ക് അംഗീകാരങ്ങൾ കൂടുതൽ കിട്ടുമ്പോൾ പല അംഗീകാരങ്ങളും നമ്മളെ തേടി വരുന്നവർ, അത് അംഗീകാരങ്ങൾ കൂടുതൽ ലഭിക്കുമ്പോൾ പല അംഗീകാരങ്ങളും വീണ്ടും നമ്മളെ തേടി വരുന്നവർ. അപ്പൊ ആ അംഗീകാരങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് ഒരു ട്രെയിനിങ് എന്നുള്ള ഒരു കരിയർ ചൂസ് ചെയ്യുക. പക്ഷെ എല്ലാവരും ചൂസ് ചെയ്തത്, അതിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. യൂണികെക്സ് എന്നുള്ള പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ആ ഒരു അംഗീകാരത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനും വരാൻ സാധിക്കും. എങ്ങനെ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഒരു Q&A ഉണ്ട് കേട്ടോ, പേടിക്കണ്ട. ഇനി ഫൈനലി ഒരു സംഭവം കൂടിയുണ്ട്, അതായത് ഇതേ മുഹമ്മദ് അലി ഉണ്ടല്ലോ, നിങ്ങൾ മനസ്സിലായില്ലേ, ബോക്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞതിന് അത്യാവശ്യം ധൈര്യമാണ്. പക്ഷെ ഇദ്ദേഹം ഉണ്ടല്ലോ, ഇദ്ദേഹത്തിന്റെ അത്ര പേടി ആർക്കും ഉണ്ടായിരുന്നില്ല. എന്താ പേടി എന്നറിയോ? ഫ്ലൈറ്റിൽ പോകാൻ ഭയങ്കര പേടിയാണ്. ഫ്ലൈറ്റിൽ പോകാൻ പേടിയെന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയോ? ഇദ്ദേഹത്തിന്റെ ഇറ്റലിയിലെ ഒളിമ്പിക്സ് എടുക്കാണ്. അപ്പൊ അലി യു ആർ സെലക്ടഡ്, നോ ഐ എം നോട്ട് കമ്മിങ് എന്ന് പറഞ്ഞു. എന്ത് സംഭവം, എനിക്ക് പേടിയായിരുന്നു. എന്നിട്ട് ഫ്ലൈറ്റിന്റെ സീറ്റിൽ ഇയാള് പാരച്യൂട്ടും പിടിച്ചിരിക്കുന്നു. പാരച്യൂട്ട് അറിയില്ല, പാരച്യൂട്ട് പിടിച്ചിട്ട് ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് സ്ക്രൂ ഒക്കെ ഇളകിയിരുന്നു ഇത്ര സീറ്റിന്റെ, അത്രയും പേടിയോടെ ഇരിക്കുകയാണ്. പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന്മാർക്കൊക്കെ ഒരു വീക്ക്നെസ് ഉണ്ട്, മനസ്സിലാവുണ്ടോ? ഓക്കെ, ആ വീക്ക്നെസ് എന്താന്ന്, ആ വീക്ക്നെസ് നമ്മളൊക്കെ പ്രശ്നം തരാം. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളൊക്കെ പേരൻസ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചവരോ അല്ലേ? ആണെന്ന് പറ പ്ലീസ്, അല്ലെന്ന് പറയരുത് അല്ലെ? അപ്പൊ സ്കൂളിൽ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ആദ്യത്തെ 3 ചെയർ കാലിയായിരിക്കും. 3 റോ അല്ല അല്ലെ? അപ്പൊ ഈ ക്ലാസ് എടുക്കാൻ വരുന്നവര് എന്താണ്, നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ നിങ്ങളുടെ മക്കളും നാളെ ഇങ്ങനെയാവില്ല എന്നൊക്കെ, പക്ഷെ ആരും വരൂല അല്ലെ? പിന്നെ അതുപോലെ സ്റ്റേജിലേക്കൊക്കെ പ്രോഗ്രാമിന് നമ്മുടെ വീക്ക്നെസ് ആണ്. അതുപോലെ എന്തെങ്കിലും കേട്ടതിന് ചില ആൾക്കാർ കമ്പയർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ഭയങ്കര ലാംഗ്വേജ് ആണ്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, എനിക്ക് എനിക്കിതില്ല എന്നുള്ളത്. നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്നവരെ നല്ല ട്രെയിനർ ആവുമെങ്കിൽ സുകുമാർ അഴീക്കോട് നല്ല ട്രെയിനർ ആവേണ്ടതായിരുന്നു. നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചർ നല്ല ട്രെയിനർ ആവേണ്ടിയിരുന്നു. മലയാളം മാം നല്ല ട്രെയിനർ ആവേണ്ടിയിരുന്നു. ഇവരൊക്കെ ആവുന്നുണ്ടോ? അപ്പൊ ഇതിന് വേണ്ടത് ഗൈസ് കുറച്ച് കമ്മിറ്റ്മെന്റ് ആണ്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീക്ക്നെസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, എനിക്ക് 234 വീക്ക്നെസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ 4 ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, ബാക്കി എനിക്ക് കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു.
അതിലൊരു വീക്ക്നെസ് ഞാൻ പറഞ്ഞു തരട്ടെ. എന്നെ അറിയുന്നവർക്ക് അറിയാം, ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് ഇരുന്ന് ക്ലാസ് എടുക്കൂല. ഇതിപ്പോ ഒരു സെഷൻ അല്ലാത്തതുകൊണ്ടാണ്. എന്നെ അറിയുന്നവർക്ക് അറിയാം, ഞാനിങ്ങനെ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? അഫ്സൽ അല്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരുമില്ലേ? പറ്റിക്കപ്പെട്ടു. ഞാൻ ഒറ്റപ്പെട്ടു. ആരുമില്ല തോന്നുന്നുണ്ട്. ആരുമില്ല അല്ലെ? ഓക്കെ, ശരി. ഞാൻ ഓൺലൈനിൽ വരാറില്ല, അതുകൊണ്ടായിരിക്കാം. പറ്റിക്കപ്പെട്ടു ഗൈസ്. ഓക്കെ, അപ്പോ ഇല്ല, നോക്കട്ടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. വിപിൻ രാജ്, നിങ്ങൾ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഇല്ലേ? ഇല്ല. യെസ്. ആഹാ, എന്നിട്ട് മിണ്ടാതിരിക്കാം. ഓക്കെ, കൊള്ളാം. അത് എന്താ ഫ്ലൈറ്റിന്റെ മറ്റേ പൈലറ്റ് ആണോ? ഓക്കെ, അപ്പോ പിന്നെ അദ്ദേഹത്തിന് അറിയാം. അപ്പൊ നമ്മൾ എത്ര വർഷം മുമ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്ത്? ഓർമ്മ ഉണ്ടോ? എനിക്ക് ഓർമ്മ ഇല്ല. ഒരു വർഷം മുമ്പാണ് അല്ലെ? ഓക്കെ, ഒരു വർഷത്തോളമായി ഉണ്ടാവും അല്ലെ? ശരി, അടിപൊളി. ഒരാളെങ്കിലും ഉണ്ട് ബാക്കി. ഓക്കെ, നമ്മൾ ഓൺലൈൻ കളികൾ കുറവാണ് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ അവിടെ നിൽക്കുന്ന നിങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ യൂണിക് എക്സിലേക്ക് വരുന്ന സമയത്ത് യൂണിക് എക്സ് എന്താന്ന് ആദ്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ നടത്തിയിരുന്ന റിഫൈൻ 2.0 എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് യൂണിക് എക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും കാലമായിട്ട് 4-5 ബാച്ച് നടത്തി. ഇപ്പോ ഹഫ്സൽ അദ്ദേഹത്തിന്റെ രീതിയിൽ അത് നടത്തുന്നു. പക്ഷെ ഇതേ രീതിയിൽ തന്നെ പോകുന്നത്. അത് കുറച്ചും കൂടി അപ്ഡേഷൻസ് ഇതിലുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു സംഭവം. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞേ, 2 ആളുകൾ മാത്രമേ ഇതിന് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്തൊരു ഇതിന് ജോയിൻ ചെയ്യരുത്. എല്ലാവർക്കും പറ്റിയ പണിയല്ലത് കൈ, സത്യമായിട്ടും. മനസ്സിലായി? നിങ്ങളോട് പറയും നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്ത മലർത്താൻ തിരിക്കാം, അങ്ങനെയൊന്നുമില്ല. ഒന്നും തിരിയൊന്നുമില്ല. അതായത് 2 ടൈപ്പ് ആൾക്കാർക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒന്ന്, കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന, ഹാർഡ് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാർക്ക്. ഓക്കെ. 2, കണ്ടിന്യൂസ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാർക്ക്. സെയിം ആണ്. അല്ലാത്ത ആർക്കും ഇതിലൊന്നും ചെയ്യാൻ പറ്റൂല. സത്യമായിട്ടും. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ കുറെ വള 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 എന്ന് പറഞ്ഞവർക്കൊന്നും ഒരു കാര്യമില്ല. ഇതിൽ വള 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 അല്ല വേണ്ടത്. ഇതിൽ വേണ്ടത് നമ്മൾ കാര്യം പറയുമ്പോൾ ഇമ്പാക്ട് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ല, അതിന്റെ അപ്പുറത്തേക്ക് ഇതിലൊന്നുമില്ല. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പേജ് പോയി നോക്കിയേ. ഞങ്ങളുടെ പേജ് പോയി നോക്കിയിട്ട് ഞങ്ങളുടെ കഴിഞ്ഞ ബാച്ചിൽ 20ഓളം ട്രെയിനേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഈ 20 ട്രെയിനറിൽ ആരെങ്കിലും ഒരാള് ഇത് പറ്റിക്കലാണ്, ഇത് ബുദ്ധിമുട്ടാണ്, ഇത് നടക്കൂല എന്ന് പറയുകയാണെങ്കിൽ ഫുൾ പൈസ റീഫണ്ട്. ഓപ്പൺ ചലഞ്ചാണ്. മനസ്സിലാണ്? കാരണം എന്താന്ന് വെച്ചാൽ അവരോട് ഞാൻ തുടക്ക ദിവസം പറഞ്ഞിരുന്നു, നിങ്ങൾ ഇതിലുണ്ടെങ്കിൽ, നിങ്ങൾ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടെന്നല്ല, ഒരു ട്രെയിനർ ആവണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി കയ്യിൽ പോയല്ലോ മലയാളം, ആത്മാർത്ഥമായി പരിശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റുന്ന പറഞ്ഞിട്ടില്ല അല്ലെ? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ അത് നിങ്ങൾക്ക് ഇവിടെ പോസിബിൾ ആണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ 2 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരും. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് മേഖലയിൽ അങ്ങനെ പോകും, അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫെങ്കിലും എന്നാണ്. ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് പേരന്റിങ്ങിൽ മാത്രം ട്രെയിനിങ് കിട്ടുന്നുണ്ട്. ഒരു നല്ല പേരന്റിങ് ട്രെയിനിങ് കോഴ്സിന് നമ്മുടെ നാട്ടിൽ 25K to 3 lakhs 4 lakhs എന്തുണ്ട്. ഒരു നല്ല പേരന്റിങ്, ഞാൻ പറയുന്നത് നല്ല പേരന്റിങ് കോഴ്സ് അല്ല. നിങ്ങൾക്ക് കുറെ ഒരു 30 ടോപ്പിക്സ് എന്നിട്ട് പാരന്റിങ്, ലൈഫ് സ്കിൽ, അങ്ങനെയൊന്നുമില്ല. അതായത് നല്ല സമയം എടുത്ത് ചെയ്യുന്ന, നിങ്ങൾക്ക് പാരന്റിങ് ക്ലാസ് ഭാവിയിൽ എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെ അത്രത്തോളം ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ റിഫൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഈ പ്രോഗ്രാം തന്നെയാണ്, പക്ഷെ എന്തുകൊണ്ട് ഇതിൽ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയാം. അതിന്റെ റീസൺ അഫ്സലാണ്. കാരണം അദ്ദേഹം ഓപ്പർച്യൂണിറ്റി ഒന്നുകൂടി കൊടുക്കും, ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. ഓക്കെ, അത് കൊടുക്കുന്ന മനുഷ്യനാണ്. നമ്മൾ വേറെ മൂഡിൽ പോകുന്ന അങ്ങനെ. പക്ഷെ അദ്ദേഹം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ കുറെ ആളുകളെ മോൾഡ് ചെയ്യുന്ന, ഈ പറഞ്ഞ പോലെ അവസരങ്ങൾ കൊടുക്കുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. അത് രണ്ടും വ്യത്യാസമുണ്ട്. കാരണം അവസരങ്ങൾ ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ്. അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോം, നിങ്ങൾ അദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് വരാൻ കാരണം. ഞാൻ ഇതുവരെ ആരുമായിട്ടും അസോസിയേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു ജെനുവിനിറ്റി നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ പ്രോഗ്രാമിൽ ഇപ്പൊ നമുക്ക് 2 രീതിയിൽ ഇതിനെ കുറിച്ച് ചിന്തിക്കാം. അതായത് 26,000 രൂപ എന്ന് ചിന്തിക്കാം അല്ലെ?
അപ്പൊ 26,000 രൂപ എന്ന് പറയാൻ നമ്മളൊരു 90% മലയാളികൾക്കും അത് വലിയൊരു പൈസ എന്ന് പറയാൻ അധികാരമല്ല. അതിന്റെ റീസൺ എന്താ? അതായത് നമുക്കൊരു 100 കോടി രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 10 കോടി രൂപയുടെ വീട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് 100 കോടി കയ്യിലുണ്ടെങ്കിൽ 10 കോടിയുടെ വീട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ 20 ലക്ഷം ഉണ്ടാക്കുമ്പോൾ EMI ഒക്കെ എടുത്ത് 1.5 കോടിയുടെ വീട് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെ തന്നെയല്ലേ അല്ലേ? കാരണം നമുക്ക് വീട് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റസിന്റെ ഒക്കെ ഭാഗമാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ അത് അങ്ങനെയാണ്. അത് 90% നേട്ടം. എല്ലാരെയും ഞാൻ അടിച്ച് ജനറലൈസ് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെയാണ്. അപ്പോ ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പൈസ എന്ന് പറഞ്ഞ സാധനം നമുക്ക് വർത്ത് ആവണം. പിന്നെ അതുപോലെ ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം വേണം. പിന്നെ അതുപോലെ തന്നെ ഇതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം എന്നുള്ള ഇതുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും കുറെ ടോപ്പിക്സ് പഠിപ്പിക്കുന്നുണ്ട്. ആവശ്യമുള്ള ടോപ്പിക്സേ പഠിപ്പിക്കുന്നുള്ളൂ. അത് നിങ്ങൾക്കൊരു കോർപ്പറേറ്റ് കമ്പനി മുതൽ ഇങ്ങോട്ട് സ്റ്റുഡൻസിനോ ടീച്ചേഴ്സിനോ ആർക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള ടോപ്പിക്സ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്പർ 1. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാറില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം എക്സ്പേർട്ട് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. അത് നമ്മളൊന്നും ക്ലാസ് എടുക്കില്ല. പോസ്റ്റർ ഉണ്ടാക്കുന്നത് എക്സ്പേർട്ടാണ് ക്ലാസ് എടുക്കുന്നത്, നമ്മളൊന്നല്ല എടുക്കുന്നത്. മനസ്സിലാവുണ്ടോ? പിന്നെ കാരണം ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിയത്? ഒന്നെങ്കിൽ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലെ? ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എങ്ങനെ അമർത്തിയിട്ട് ഒരു ആള് കോൾ എടുത്ത് സംസാരിച്ച് അതിൽ എന്തെങ്കിലുമൊക്കെ കൺവിൻസ്ഡ് ആയിട്ടാണ് നിങ്ങളായിട്ട് എത്തിയിട്ടുണ്ടാവും. ഇതേ പ്രോസസ്സാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ കുറച്ച് ടോപ്പിക്സ് പഠിപ്പിച്ച് തന്നിട്ട് നിങ്ങൾക്ക് സ്യൂട്ടൊക്കെ എടുപ്പിച്ചിട്ട് അതല്ല. മനസ്സിലായില്ലേ? കാരണം എന്താന്ന് വെച്ചാൽ നാളെ ഈ പൈസയാണ് എന്റെ ഫാമിലിയും കഴിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ ഫാമിലി ഒക്കെ കഴിക്കേണ്ടത്. ഇപ്പൊ നിങ്ങളുടെ വെറുപ്പിന്റെ കണ്ണീരിന്റെ ബുദ്ധിമുട്ടിന്റെ പൈസ നമുക്ക് വേണ്ട, അദ്ദേഹത്തിന് വേണ്ട. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ എന്താ ഇപ്പോ ഓക്കെ വിപിനോട് ചോദിക്കാം. വിപിൻ എന്നോട് ഇതിനെ കുറിച്ച് എൻക്വയറി നടത്തിയിരുന്നു ഞാൻ ആലോചിക്കുന്നില്ല, നടത്തിയിരുന്നില്ലേ? എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ റിഫൈനിലേക്ക് എൻക്വയറി നടത്തിയിരുന്നു അല്ലെ? ഉണ്ട് സാർ, ഉണ്ട്. ഉണ്ട്. അന്ന് ഞാൻ വിപിൻ അതിലേക്ക് വലിച്ചിട്ടോ? ഇല്ല. വളരെ. പിന്നെ വിപിൻ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യാതിരുന്നിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ നോക്കിയേ, വിപിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വർക്ക്ഷോപ്പ് മാത്രം അറ്റൻഡ് ചെയ്ത ഒരാളാണ്, റിഫൈനിലുള്ള ആളല്ല. നമ്മളെപ്പോഴും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതായത് നമ്മളുടെ എക്സ്പീരിയൻസും നിങ്ങൾ എന്റെ പേജ് കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. പിന്നെ എന്താ അറിയോ, അത് അതിന്റെ ഒരു സംഭവം എന്താ വെച്ചാൽ വിപിനെ മ്യൂട്ട് ചെയ്തോളൂ. അതിന്റെ ഒരു സംഭവം എന്താന്ന് വെച്ചാല് ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാനൊരു സമയത്ത് ഇങ്ങനെ വന്നിട്ട് കുറച്ച് മോട്ടിവേഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ കിങ്ഡം എന്നുള്ളത് ഞാനൊരു സംഭവം കാണിച്ചു തരാം. ആഫ്റ്റർ ഒന്ന് ഷെയർ ചെയ്യോ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു പ്രൊഫൈലും ഷെയർ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഇപ്പൊ നടക്കും, ഒന്നെങ്ങനെ നടക്കുമോ? പിള്ളേരിപ്പോ പോവും. അതെ, സ്ക്രീൻ ഷെയർ വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ അതിലേക്കൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പൊ ഈ വരുന്ന സംഭവത്തിലേക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന്റെ ഓണായിണ്ടോ? ഇല്ല, കാണുന്നില്ല. കാണുന്നുണ്ടോ ഗൈസ്? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ഞാൻ മാത്രം ഉണ്ടനാ ഇവിടെ. യെസ്, ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇതിൽ നോക്കിയാൽ മതി. എനിക്ക് അതിന്റെ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ എന്റെ ക്വാളിഫിക്കേഷൻ ആണ് ഈ കാണുന്നത്. ഞാനൊരു BTech ഗ്രാജുവേറ്റ് ആണ്. MBA, MSc സൈക്കോളജി, MSc CPT. ഇതില് ഒരൊറ്റ സാധനം മാത്രം കേട്ടോ ഡിസ്റ്റൻസ് ഉള്ള, ബാക്കിയൊക്കെ പോയി പഠിച്ചതാണ്. ഇനി നിങ്ങൾ നോക്കിയതിൽ എന്തൊക്കെ എന്റെ സർട്ടിഫിക്കേഷൻസ് ആണ് നോക്കി. ഇതൊന്നും ഓൺലൈൻ അല്ല കേട്ടോ, ഇതിലൊരൊറ്റ ഒന്ന് മാത്രമേ ഓൺലൈൻ ഉള്ളൂ. അവിടെ നിന്നോട്ടെ മോനെ, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വായിച്ചോട്ടോ. ഞാൻ വീണ്ടും പറയണേ, ഇതിലൊരൊറ്റ ഓൺലൈന് മാത്രമല്ല കേട്ടോ, ബാക്കി എല്ലാം പോയി പഠിച്ചതാണ്. ചിലപ്പോ ഇങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോ US കാണുമ്പോ അങ്ങനെയല്ല കേട്ടോ. അപ്പൊ ഞാൻ ഇത് കാണിച്ചു തരാനുള്ള റീസൺ എന്താ വെച്ചാല് ഒരു 10 സെക്കൻഡ് കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. മതി, അല്ലെ ബോറാവും. മോനെ സ്റ്റോപ്പ് ചെയ്താൽ മതി, എത്ര മതി. ഇത് കാണിച്ചു തരാനുള്ള റീസൺ എന്താന്ന് വെച്ചാല് നമ്മള് ഇങ്ങനെ ബിൽഡ് ചെയ്തെടുത്ത് തന്നെയാണ്. അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഒരു BA ഹിസ്റ്ററി കൊണ്ടോ അല്ലെങ്കിൽ BBM കൊണ്ടോ വന്നത് നല്ല ബുദ്ധിമുട്ടിയിട്ട് ഒരു പ്രൊഫഷൻ വിട്ടിട്ട് തന്നെ വന്നിട്ടുള്ളൂ. ഞാനതാ പറഞ്ഞ കമ്മിറ്റ്മെന്റ്. നിങ്ങളെ ജോലി വിടണമെന്നല്ല കേട്ടോ പറയണേ, മനസ്സിലായോ? അതായത് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ എല്ലാവർക്കും ഇവിടെ സ്പേസ് ഉണ്ട്. മനസ്സിലായില്ലേ? അതായത് മുട്ടിയ ട്രെയിനേഴ്സിന്റെ കാലഘട്ടം എന്നപ്പോ പറയാം. മുട്ടിയ ട്രെയിനേഴ്സും മുട്ടിയ കൗൺസിലേഴ്സും ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ?
നിങ്ങൾക്കും കൗൺസിലർ ആവാന്നൊക്കെ. പക്ഷെ ആരിലും ഇവിടെ വെറുതെ നടക്കുന്നുണ്ടോ? ഇതിലേക്ക് പോയവരൊന്നും ഇതിൽ വെറുതെ നടക്കുന്നില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുക എന്താന്ന് വെച്ചാൽ ആൾക്കാര് ഇതിലേക്ക് ഇന്നായിട്ട് കുറച്ച് തന്നെ ചിലപ്പോൾ ഇവർക്ക് താല്പര്യം വിടാൻ ചാൻസ് ഉണ്ടാവും, ചിലപ്പോൾ ഇവർ എഫേർട്ട് എടുക്കൂല. ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു ബാച്ചിലർ സ്റ്റുഡന്റ് ആണ്, കഴിഞ്ഞ ബാച്ചിലർ സ്റ്റുഡന്റ് ആണ്. അപ്പോ പിന്നെ അദ്ദേഹം എന്താ ചെയ്യാ, അദ്ദേഹം ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യൂല. കാരണം അദ്ദേഹത്തിന് എല്ലാം അറിയാലോ, മനസ്സിലായി. അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ ഇപ്പൊ വന്നിട്ട് പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്നെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, നിങ്ങളായിട്ട് ഞാൻ എന്ത് ചെയ്യണം? മനസ്സിലായി. അല്ല ഞാൻ എന്റെ ഇതിൽ ചെയ്യാം. നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കോൺഫിഡന്റ് ആണ്. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ചോയ്സ് ഉണ്ട്, മനസ്സിലാണോ? പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്, അപ്പൊ നമ്മളും നിങ്ങളൊക്കെ കണക്റ്റഡ് ആയിരിക്കും, എല്ലാ സമയത്തും കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഈ ഫൈനലി ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. മനസ്സിലായി. ആഗ്രഹം എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ആഗ്രഹം? എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഉള്ള ജോലി കളഞ്ഞിട്ട് വർക്ക് ചെയ്യാന്നല്ല, ഇതിൽ പിന്നെ നമ്മുടെ അസൈൻമെന്റ്സ് ഒക്കെ 5 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ അസൈൻമെന്റ്സ് ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്കൊരു ട്രെയിനിങ് തന്നിട്ടുണ്ട്, ഓക്കെ, ഇപ്പൊ ഞാൻ ബിന്ദു മാമിനോട് പറയണ്ട, ബിന്ദു മാം ആഗോളവൽക്കരണത്തെ കുറിച്ച് നിങ്ങളൊരു ട്രെയിനിങ് മൊഡ്യൂൾ ഉണ്ടാക്കണം, അത് ഒരു 12 പേജ് കവിയാതെ, അതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ പ്രാക്ടിക്കൽസ് മാത്രമേ ഉള്ളൂ. ഒരു സൈഡിൽ ക്ലാസ് നടക്കുമ്പോൾ മറ്റേ സൈഡിൽ പ്രാക്ടിക്കൽ. അതിനായിട്ട് കുറച്ച് മനുഷ്യന്മാർ ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ അത് അങ്ങനെയാണ്. അപ്പോൾ യൂണികെക്സ് എന്ന് പറയുന്ന പ്രോഗ്രാം അങ്ങനെയാണ്. ഓക്കെ, നമ്മൾ റിഫൈൻഡ് അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സത്യം മാത്രമേ പറയുള്ളൂ കോടതി മുമ്പാകെ. അവിടെ എന്താ പറഞ്ഞോളൂ. ഡൗട്ട് ഒന്നുമില്ല? നിങ്ങൾ കൺവിൻസ്ഡ് ആയിക്കുക? ഞാൻ കൺവിൻസിങ് സ്റ്റാർ ആയോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ കേട്ടോ. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. ഹലോ 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 ആ മാം, പേരും കൂടി പറഞ്ഞ എനിക്ക് ഒന്നുകൂടി ഉപകാരമായിരുന്നു. ഹലോ, എന്റെ പേര് അവാബ്, അഹമ്മദ് അവാബ്. ആ, പിന്നെ ഇനി ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ എങ്ങനെയാ? ജോയിൻ ചെയ്തിട്ടില്ല. എന്താ ഇത്? കറന്റ്ലി പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇനി ജോയിൻ ചെയ്യാൻ പറ്റുമോ? അല്ല, എത്ര വയസ്സായി? എനിക്ക് 18. വേണ്ട, ജോയിൻ ചെയ്യണ്ട. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ വേണ്ട, അതിന്റെ ആവശ്യമില്ല കേട്ടോ. കുറച്ച് കഴിയട്ടെ, ഓക്കെ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇത് മോശം എന്നല്ല പറയുന്നത്. മോന് ബി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ഇപ്പോ ടീച്ചറാണ്. ഇവിടെ ടീച്ചിങ് കഴിഞ്ഞിട്ട് നാട്ടില് 3-4 സെന്ററിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ പഠിക്കുന്നില്ല? പഠിക്കാൻ ചേർന്നിട്ടുണ്ട്. ഞാന് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ചേരാൻ വേണ്ടി നിൽക്കാം. എന്ത് ചേരാനാ? ഡിഗ്രി ചെയ്യാൻ പോകാം, ഇന്റഗ്രേറ്റഡ് BEd NIT. എന്തിനാ ജോയിൻ ചെയ്യുന്നത്? NIT ഡിഗ്രി എടുക്കാൻ പോവാ. NIT ഡിഗ്രി എടുക്കാൻ പോവാ. ഓക്കെ, എന്തിനതിൽ ജോയിൻ ചെയ്യുന്നത്? അതിന്റെ ആവശ്യം എന്താ? എനിക്ക് നല്ല മറ്റേ ട്രെയിനർ ആവാന്നുള്ള ആഗ്രഹമുണ്ട്. കുറെ കാലമായി, ചെറുപ്പത്തിലേ ഞാൻ അങ്ങനെ ആഗ്രഹമുണ്ട് ക്ലാസ്സസ് എടുക്കണം. പിന്നെ ഇപ്പോ കറന്റ്ലി ഇവിടെ നാട്ടിലൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്, ട്യൂഷൻ സെന്ററുകളിലൊക്കെ. അപ്പോ ഞാൻ പൊതുവെ തന്നെ സംസാരിക്കും കുട്ടികളോട്. അപ്പൊ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലപോലെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം. അതേമാതിരി ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇപ്പൊ തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ദിശത്തെ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നിങ്ങൾ ഇതിന് ജോയിൻ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനം ഇതും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഇതിനെ കുറിച്ച് എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് വല്ലാണ്ട് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് ഞാനിങ്ങനെ പരസ്യം കണ്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് ജോയിൻ ഇതില് ലിങ്ക് വീഡിയോ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് എന്താ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ലൈക്ക് ഓൺലൈൻ ക്ലാസ്സസും പിന്നെ ഓഫ്ലൈൻ ആയിട്ട് 2-3 സെഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ചെറിയൊരു പീഡിയിലേക്കാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർട്ടിങ്ങിൽ വിഷയം ഉണ്ടാവില്ല. അപ്പൊ മാനേജ് ചെയ്ത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് പോവാം. പിന്നെ കമ്മിറ്റഡ് ആയി ചെയ്യണം. അല്ല, അത് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ മാജിദുമായിട്ടൊന്ന് സംസാരിക്കും. മാജിദ് ബ്രോ ഒന്ന് ഡീൽ ചെയ്യണേ. ഓക്കെ. ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, 813702. ആ നമ്പറിൽ കണക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് തരാം കേട്ടോ. നിങ്ങൾ അത്രയും നിങ്ങളെ പഠനം മുടങ്ങാതെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഒരു 1 hour സെഷൻ ആണ് ഉണ്ടാവുക. നമ്മുടെ സെഷൻസ് ഉള്ള ദിവസം വീക്കിലി. നേരിട്ട് പറഞ്ഞു കൊടുത്താൽ മതി, ബാക്കിയുള്ളവർക്ക് അറിയാലോ. അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചിട്ട് പിന്നെ അതായത്
ഇൻസ്റ്റിങ്ക്ട് പോലെ വരികയാണോ അതോ ഒരു അങ്ങനെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം? ഓക്കെ ഓക്കെ. പേഴ്സണലി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ മോനെ മെസ്സേജ് അയച്ചു തന്നു കേട്ടോ. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ guys? ഹലോ, ഐ എം ബിന്ദു. എനിക്ക് മലയാളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. സോ can I speak in English? Sure, you can. Okay. All right. See, I'm working as a life coach and a parent coach currently. I Okay. have seen your program, which is it comes under INON, in on Yes. program where you were giving classes. So I Okay. was constantly inquiring. I'm based in Trivandrum now. So I have been Okay. constantly inquiring about it, but I never got a proper response except for that to contact somebody in Trivandrum. So when I contacted her, she was quite busy and I couldn't get. So I was actually looking for that particular course where, since I'm also a trainer, I wanted to Okay. be in a field where, like you were talking about, some games and activities and all to get the Yeah, absolutely. audience involved and all that. So I wanted to associate with you regarding that. So I was not able to get in touch with you. And so I thought I came across this Unique X program and I did send an inquiry and I wanted to talk to somebody about this, but I was Okay. unable to do so. So then that's when I got the invite for this program. So I thought I'll just join and, go ahead. Okay, ma'am. Thank you so much. And sorry for that. Okay. Ma'am, let me ask you one question. Are we speaking about the image program? I mean, icebreakers, mentalism, activities. Yes, exactly. Because I am already trained as a life coach and a parent coach, Fine. and I'm practicing right now. So I'm looking at a different aspect of this training program. Got it. Got it. Got it. So, Maji, where a number undo? Ma'am, can you please mention your number below in the comments so Ma'am, that ma'am, Sure, image I is can send you a personal message on this number, Hafsal Majid yes, yes, 813. Can I send you a personal yes, message? please, ma'am. Yes, please. We Okay, will we I'll will do connect. that. Ma'am, image is going to happen in Thrissur on 17th of this month. I mean August. Okay. So you can join that. Okay, Afsal will provide you the details. Okay. Yes, Okay, yes, all we will right. provide you the Okay, I'll talk about it. Yeah, Actually, thank we really apologize for not being able to be in touch with you, ma'am. Yeah, because I was trying to get in touch, but somebody will contact me, but that time I'm not available. So when I'm contacting, they are not available. So it's like, we were not able to get connected in between. No problem. And No problem, so I ma'am. thought, when I got the invite, I thought I'll join here and see what exactly it is and how to go about it. Okay, ma'am. We will Things connect are. you back, ma'am. Thank you so much. Thank you. Sir, I think maybe the team members were not able to understand your language. Maybe I don't know whether. നമുക്ക് നോക്കാം എന്തായാലും നീ നമ്പർ വാങ്ങിയാൽ മതി കേട്ടോ. Okay, okay, ഓക്കെ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഗൈസ്? ഹലോ സർ. ഓക്കെ. ഞാൻ ശ്രീവർഷയാണ്. സർ, ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ഇവിടെ ആപ്റ്റ് ആണോ ചോദിക്കാൻ എനിക്കറിയില്ല. മേ ബി ദിസ് വിൽ ബി ദെയർ ഇൻ എവ്രിബഡീസ് മൈൻഡ്. അപ്പൊ ഞാൻ ആ ഒരു രീതിയിൽ ഇത് പുട്ട് ഓൺ ചെയ്യണം എന്നാ വിചാരിക്കുന്നത്. സർ, ആക്ച്വലി എന്താന്ന് വെച്ചാൽ നമ്മൾ കുറെ കോഴ്സസ് എൻറോൾ ചെയ്യും ഈ അപ്ഡേറ്റിന്റെ പേരിൽ. കുറെ എൻറോൾ ചെയ്യും, കുറെ നമ്മൾ കംപ്ലീറ്റും ചെയ്യും, പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ലാസ്റ്റിലേക്ക് വി വിൽ നോട്ട് ഗെറ്റ് എനി ഓപ്പർച്യൂണിറ്റി. വി ഡോണ്ട് നോ ഹൗ ടു എക്സിക്യൂട്ട് ഇറ്റ്. ഇത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും നമുക്ക് അറിയില്ല. ഫുൾ നോളജ് ഇങ്ങനെ ഭർക്കയുണ്ട്. ഞാൻ ലണ്ടൻ യൂണിവേഴ്സിറ്റി ബ്രിട്ടനിൽ ന്യൂട്രീഷൻ ആൻഡ് വെൽനെസ് കംപ്ലീറ്റ് ചെയ്ത് കോവിഡിന്റെ സമയത്ത് ഒരു വെക്കേഷന് വന്ന് സ്റ്റക്കായി പോയി. പിന്നെ കല്യാണം കഴിച്ച് കുട്ടിയായി ഒക്കെയായി ഒന്നും കരിയർ ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റിയില്ല. ദിസ് ഇസ് ഹൗ ലൈഫ് ഹാസ് വെന്റ് ത്രൂ. പിന്നെ ഓൺലൈൻ കാണുന്നതൊക്കെയും എൻറോൾ ചെയ്ത് എല്ലാത്തിലും 50, 60, 30, 40 ഒക്കെ കൊടുത്ത് എല്ലാം പഠിക്കും. എന്താ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന എല്ലാം പഠിക്കും. പിന്നെ പാഷൻ ന്യൂട്രീഷനിലായോണ്ട് അതുമ്പോ കുറെ റീസെർച്ച് ചെയ്യും, നല്ല PPTs ഉണ്ടാക്കും, നല്ലോണം സംസാരിക്കും. 5 ലാംഗ്വേജസ് സംസാരിക്കും. ഹൈദരാബാദ് ബോൺ ആൻഡ് ബോട്ടപ്പ്. സോ മലയാളം ഇപ്പൊ പഠിച്ച് അതും ലേൺ ചെയ്ത് ഇപ്പൊ അതും എക്സലന്റ് ആയി. ബിക്കോസ് കുറെ പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ കോഴ്സസ് അറ്റൻഡ് ചെയ്ത്, പക്ഷെ ഇത് എക്സിക്യൂട്ട് ചെയ്ത് ഇതിനെ ഇൻകം ആക്കി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ
പിന്നെ ഇതൊരു വേസ്റ്റ് ഓഫ് അനദർ 26,000 റുപ്പീസ് കൊണ്ടുപോയി വെള്ളത്തിൽ കളയുന്ന ഒരു തുല്യമായി പോകുമോ എന്നുള്ള ഒരു ഡൗട്ടിലാണ്. മീൻസ് ഞാൻ പബ്ലിക് സ്പീക്കർ ആണ്, സൂമിലൊക്കെ സെഷൻസ് ഒക്കെ എടുക്കും, അൺപെയ്ഡ് ഫ്രീ സെഷൻസ് ഒക്കെ എടുത്ത് നമ്മൾ പ്രോഡക്ട്സ് അങ്ങനെ എന്തൊക്കെയോ ചെയ്യും. ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ സ്റ്റേബിലിറ്റി. ഒരു നമ്മൾ വിചാരിക്കുന്ന ആ ഡ്രീമിലേക്ക് എത്താൻ പറ്റുന്നില്ല, ആ പർപ്പസിലേക്ക് എത്താൻ പറ്റുന്നില്ല. ക്യാൻ ദാറ്റ് ഐ ബൈ ഗിവിംഗ് ദാറ്റ് വാല്യൂ കൊടുത്ത് ആ ഒരു തിങ് നിങ്ങൾ പറയുന്ന ഈ വോ ഫാക്ടർ ക്രിയേറ്റ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായി കിട്ടുമോ, അല്ലെങ്കിൽ പ്ലേസ്മെന്റ്സ് അങ്ങനെ ഒരു വി വോണ്ട് എ സ്റ്റേജ് ബിക്കോസ് വി ആർ ഇൻ ദ ഏജ് ഒരു 30-36 ആയി, ഇനി ബിൽഡ് ചെയ്ത് എടുക്കണം എല്ലാം. അപ്പോ ക്യാൻ ദിസ് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ എൻറോൾ ചെയ്യാൻ റെഡിയാണ്. അതാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, പിന്നെ ഞാൻ ഒരൊറ്റ വാക്കിൽ ഇതിന് ആൻസർ ചെയ്യാം, ഒറ്റ വാക്കല്ല ഒരു സെന്റൻസിൽ ആൻസർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, പിന്നെ 26,000 അല്ല എനിക്ക് വലുത്. എനിക്ക് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. പൈസ നമുക്ക് ഉണ്ടാക്കാം, സമയം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല്, മാം എന്താ ചെയ്യേണ്ടത് വെച്ചാല്, പിന്നെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇനോൺ എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്, ഇവർ ഷെയർ ചെയ്യും. നമ്മുടെ പേജാണ്, ഓക്കെ, എന്റെ പേജല്ല കമ്പനിയുടെ പേജാണ്. ആ പേജിൽ ഒരു ലാസ്റ്റ് നമ്മുടെ റിഫൈൻ ബാച്ചിലെ കുറച്ച് ആൾക്കാരെല്ലാരും സ്യൂട്ടൊക്കെ ഇട്ടിരിക്കുന്ന നിൽക്കുന്ന ഫോട്ടോ ആണ്. അതിൽ ആരെങ്കിലും ഒരാളെ സർക്കിൾ ചെയ്ത് ടച്ച് ചെയ്യാം, എന്നിട്ട് അയാളോട് എനിക്ക് സംസാരിക്കണം എന്ന് പറയാം. ഞങ്ങൾ അയാളെ പ്രൊവൈഡ് ചെയ്യാം, എന്നിട്ട് ചോദിക്കാം ഇവരിങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇത് നടക്കൂ, നമുക്ക് ഇതിൽ സ്റ്റേബിൾ ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ തരുന്ന ആളല്ല കേട്ടോ, മാം ഇങ്ങനെ കറക്കി ആ ആളുടെ നമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ ആൾ ആരാന്നുള്ളത് അഫ്സലിനോട് പറഞ്ഞാൽ മതി, അഫ്സൽ പ്രൊവൈഡ് ചെയ്യും. മാം വിളിക്കാം, ഓക്കെ, വിളിച്ചിട്ട് സംസാരിക്കാം കേട്ടോ. അത് ഓക്കെ ആണ്, എന്നിട്ട് നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അല്ല ജസ്റ്റ് ഇതൊരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് ജസ്റ്റ് ചോദിച്ചതാണ്. ഞാനത് ടോട്ടലി ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, കാരണം കരിയറിന്റെ തുടക്കത്തിൽ ഞാനും ഇങ്ങനെ കുറെ പോയിട്ട് എല്ലാ സ്ഥലത്തും പോയി കുറെ ചവറ് പോലെ ചെയ്തതാണ്. അന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര സംഭവമാണ്. പിന്നെ എനിക്ക് മനസ്സിലായി അവരുടെ പോക്കറ്റ് മാത്രമേ വലുതാവുന്നുള്ളൂ, നമ്മളുടെ പോക്കറ്റ് താഴേക്കാണ്. കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ആക്കി. നിങ്ങൾ കൺവിൻസ്ഡ് ആയിട്ട് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ശരി. അഫ്സൽ ഒന്ന് ഡീൽ ചെയ്തോളൂ, അവർക്ക് മെസ്സേജ്. ഓക്കെ, വേറെ ഡൗട്ട്? ഡീറ്റെയിൽസിന് മാം താഴെ കമന്റിൽ മെൻഷൻ ചെയ്ത നമ്പറിൽ കണക്ട് ചെയ്താൽ മതി കേട്ടോ മാം. Do you have any ongoing programs in Trivandrum? Trivandrum, ma'am, we tried a lot in earlier stages. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ബിസിനസ് ഇവിടുന്ന് കാലിക്കറ്റ് അതുപോലെ തൃശ്ശൂർ, എറണാകുളം അവിടെ തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അവിടെ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അസോസിയേറ്റ് ചെയ്യാം, നോ പ്രോബ്ലം മാം. ഒരു 3 മാസം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ എന്നാണ്, 3 മാസം പാക്ഡ് ആണ് മാം. അതാണ്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഗൈസ്? ഹായ്, ഐം തൻസിഹ. ഞാൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിന്റെ ഓഫ്ലൈൻ സെഷൻസ് പറഞ്ഞു 3 ദിവസങ്ങൾ ക്ലാസ് ഉണ്ടാവും എന്ന് പറഞ്ഞു, ഓഫ്ലൈൻ ആയിട്ട്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരോ? ഇതിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടോ, പെർഫോം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടോ? അല്ല, അതിൽ ആബ്സല്യൂട്ട്ലി ഇല്ല അവിടെ. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ 3 ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പഠിപ്പിക്കുന്ന, ഇപ്പൊ ബിന്ദു മാം ചോദിച്ചില്ലേ ഒരു ആക്ടിവിറ്റീസിന്റെ പ്രോഗ്രാം ഉണ്ടെന്ന് ബിന്ദു മാം ചോദിച്ചില്ലേ, ആ പ്രോഗ്രാമാണ്. അതായത് ഒരു ട്രെയിനർക്ക് ഇപ്പൊ നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പണ്ടൊക്കെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ആയിരുന്നു. ഇപ്പൊ നമ്മളൊരു റീല് കാണുമ്പോഴേക്കും അത്ര മാറ്റുന്നില്ല. അപ്പോ നമ്മളെങ്ങനെ കുട്ടികൾ അല്ലെങ്കിൽ സ്റ്റുഡൻസിന്, നമ്മള് ചെറിയ മക്കളല്ല കേട്ടോ, എല്ലാവരും നമ്മുടെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ നിങ്ങൾ നമ്മുടെ സ്റ്റുഡൻസ് ആണ്. എൻഗേജിങ് ആയിട്ട് എങ്ങനെ ക്ലാസ് എടുക്കാം, അതിന് അത്യാവശ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് ഞാൻ തെൻസിഹ, ഞാൻ അടിപൊളിയാണ്, ഞാൻ സൂപ്പറാണ് എന്നൊക്കെ പറയുന്ന ആരും വിശ്വസിക്കൂല. അതിലും നല്ലതൊരു ആക്ടിവിറ്റി എടുത്തിട്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓ മാം കൊള്ളാൻ എന്ത് രസമാണെന്ന് അങ്ങനെ പറയിപ്പിക്കുന്ന ഐസ് ബ്രേക്കേഴ്സ് ഉണ്ട്, ആക്ടിവിറ്റീസ്. ചില സ്ഥലത്ത് നമുക്ക് ആക്ടിവിറ്റീസിലൂടെ പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ വിപിൻ ബ്രോ അത് അറ്റൻഡ് ചെയ്തതാണ്. എന്റെ സ്വന്തം റിസ്കിൽ ഞാൻ ഒരു സെറ്റ് കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ കോഴ്സ്, അതായത് TTC. അപ്പൊ നമ്മൾ ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ്സസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതുപോലെയുള്ള ആക്ടിവിറ്റീസ് കിട്ടുമോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഒരു ഫുൾ ഡേ തന്നെയാണ്, ഒരു 80+ ഒക്കെ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഒരു ഓഫ്ലൈൻ സെഷൻ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ കുറച്ച് ടൂൾസ് പഠിപ്പിക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ അങ്ങനെ തന്നെ അല്ലേ മാജി വരുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടേണ്ട എക്സ്പോഷർ ഡയറക്റ്റ് ആയിട്ട് തന്നെ കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അതുമായി അസോസിയേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ.
ഓഫ് കോഴ്സ് നിങ്ങൾക്കുള്ള ചാൻസ് എങ്ങനെ വരിക എന്നുള്ളത് വൺസ് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മളൊരു പോസ്റ്റർ തൊട്ട് നിങ്ങളുടെ പേജ് വരെ നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് സെറ്റ് ചെയ്യാം. മനസ്സിലാവണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങളൊരു ഓൺഗോയിങ് കോഴ്സ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ യോ മോസ്റ്റ് വെൽക്കം. ഓക്കെ, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കി നിങ്ങൾ അതുപോലെ അവരോട് ചോദിച്ചിട്ട് അങ്ങനെ അപ്രകാരം ചെയ്തോളൂ കേട്ടോ. എന്തായാലും നിങ്ങളെ നമ്മൾ പറ്റിക്കൂല, കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, പേടിക്കണ്ട. മനസ്സിലാവണ്ട. കാരണം എന്താന്ന് വെച്ചാലേ, കാരണം ഞാൻ പറ്റിക്കപ്പെട്ടവനാണ്, അതുകൊണ്ടാണ് ഞാൻ പറ്റിക്കപ്പെട്ടവനാണ്. ഓക്കെ, കുറെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇപ്പോ ഇവരൊക്കെ പറഞ്ഞതുപോലെ കുറെ ആൾക്കാര് അതാക്കാം ഇതാക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡ്രീംസ് ഇങ്ങനെ കാണും. ഒരു ദിവസം ജർമ്മനിയിൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ മറ്റൊരു ദിവസം മലേഷ്യയിലായിരിക്കും, പിന്നെ എണീറ്റ് വെക്കുമ്പോ നമ്മുടെ ബെഡിലായിരിക്കും. അപ്പോ അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ യഥാഹി മൈദസ്യ ഗ്ലാനിയർ പൊറോട്ട എന്നാണല്ലോ, ഒക്കെ ശരിയായിക്കോളും. പിന്നെ ഓക്കെ, അപ്പൊ വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ ഗൈസ്? നിങ്ങൾ ഓക്കെ അല്ലേ? തൻസിഹ ഓക്കെ അല്ലേ? സർ ഓക്കെയാണ്. താങ്ക് യു. ഓക്കെ, ഇനിയുണ്ടോ? നിങ്ങൾ ബാക്കി ഇതിൽ എത്ര പേരുണ്ട്? ഒരു 37 പേരുണ്ട്. അതിൽ 30 പേര് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കട്ടോ. വെറുതെ ഇത് കേട്ടിരുന്നോണ്ട് ഒന്നും ആവില്ല. അറ്റ്ലീസ്റ്റ് നമുക്കിത് 2 നിലപാടിലെത്താലോ. ഒന്ന്, ഞാൻ ഇതിനെ ജോയിൻ ചെയ്യുന്നില്ല, 2 ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു നിലപാടിലെങ്കിൽ എത്ര നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കണ്ടേ? സാർ ക്ലാസ് എടുക്കുന്ന പോലെ ഇത്ര ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റും? ലൈക്ക് ദ വേ ദാറ്റ് യു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് because I do mostly personal sessions. I've not done a training as such. So I want to know how you do this kind of training with so much of ease. മാം എനിക്ക് പ്രാന്താണ് മാം. എനിക്കിതിൽ പ്രാന്താണ് മാം. അല്ല, സീരിയസ്ലി എനിക്കിതിലൊരു പ്രാന്താണ്. എന്നെ അറിയുന്നവർക്ക് അറിയാം മാം, എനിക്കിതിൽ പ്രാന്താണ് ശരിക്കും. പിന്നെ കാരണം ഞാൻ ഞാൻ പുറത്തായിരുന്നു. എന്റെ ഫാമിലി ഒക്കെ അവിടെ ആയിരുന്നു, എന്റെ പേരൻസ് ഒക്കെ അവിടെ ആയിരുന്നു, പുറത്തായിരുന്നു, പിന്നെ ഗൾഫിലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു 10-40 പേരുള്ള ഒരു കമ്പനിയുടെ ടോപ്പിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ഈ ട്രെയിനിങ് ആലോചിച്ചിട്ട് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പൊ എനിക്ക് എന്താ അറിയാ, ഇത് മാത്രം ഇത് ചെയ്യുമ്പോ ഇപ്പൊ എനിക്ക് എന്റെ ഫാമിലിയിൽ കല്യാണമാണ്. എന്റെ ഫാദറിന്റെ ബ്രദറിന്റെ മോന്റെ കല്യാണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക, റിസപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്റെ കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു, ഒരു വൈറ്റ് ഇട്ട് ഞാൻ അടിപൊളിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ ഈവൻ ക്ലാസ്സിന് വിളിച്ച സമയത്ത് ആ റിസപ്ഷൻ ഇട്ടിട്ട് എനിക്ക് പനിയുണ്ട്, അത് ഇട്ടിട്ട് ഞാൻ ഓടി ഇവിടെ ക്ലാസ് എടുക്കണം. എനിക്ക് ഇഷ്ടമാണത്, മനസ്സിലല്ലേ? എനിക്ക് അത്ര ഇഷ്ടം, അതുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് മാം എനിക്ക് ഒപ്പോണൻസ് ഇല്ല മാം. ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെ ആർക്കും ക്ലാസ് എടുക്കാൻ പറ്റില്ല, അവർ ക്ലാസ് എടുക്കുന്ന പോലെ എനിക്കും ക്ലാസ് എടുക്കാൻ പറ്റില്ല. സിമ്പിൾ, വളരെ സിമ്പിൾ ആണ്. പിന്നെ എന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എനിക്ക് യാതൊരു പ്രത്യേകത ഇല്ല എന്നുള്ളതാണ്, ഒരു സ്പെഷ്യാലിറ്റി ഇല്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ചോദിക്കാണ്ടോ ഗൈസ്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നിങ്ങളെ ഇപ്പൊ ഈ യൂണികെക്സ് പ്രോഗ്രാമിനെ കുറിച്ച് മാത്രമല്ല, ഇപ്പൊ ട്രെയിനിങ് ഫീൽഡിൽ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും വേറെ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാട്ടോ. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി താഴെ ടൈപ്പ് ചെയ്യാട്ടോ. ഞാൻ ഇവിടെ ഓക്കെ ആണ്, കംഫർട്ടബിൾ ആണ്. ഇരിക്കും തോന്നുന്നു സാറിന്റെ ബിരിയാണി മിസ്സാവും. ഇല്ല, ബിരിയാണി മിസ്സല്ല, ഞാൻ രാത്രി ഭക്ഷണം കഴിക്കാറില്ല. സെറ്റാണ്. പിന്നെ സംസാരിക്കുന്നതിന് ഒരു ആണല്ലോ. സംസാരിച്ചിരുന്നു സാറേ. ഹലോ ഇത് അനസാണ്, കൊല്ലത്ത് നിന്നാണേ. ഞാൻ ഈ ഇൻസ്റ്റയിലാണ് നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ട് അറിഞ്ഞത്. സോ പിന്നെ വാട്സപ്പ് വഴി നിങ്ങളുടെ എക്സിക്യൂട്ടീവായിട്ട് ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നു. സോ അവരെനിക്ക് 1-2 വോയിസ് ക്ലിപ്പ് അയച്ചു തന്നായിരുന്നു. അപ്പം അതില് ഇതിന്റെ ഒരു അഫിലിയേഷനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ലൈക്ക് ഇപ്പൊ നമ്മൾ എബ്രോഡ് പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതോ ഒരു പർട്ടിക്കുലർ, എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല, ആ ഒരു ഇതില് നമുക്ക് അതെ അതിലെ എംബസി അറ്റസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, കാരണം ഞാൻ ഇതിനു മുമ്പ് അതിനെ പറ്റിയിട്ട് കേട്ടിട്ടില്ല. സോ ഇങ്ങനൊരു ട്രെയിനിങ് സെക്ഷൻ, ഈ ഫ്യൂ മന്ത്സ് ആയിട്ടുള്ള ഒരു ഷോർട്ടഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് ഇത് ഗവൺമെന്റ് അപ്രൂവൽ ആയിട്ടുള്ള ഒരു സംഭവമാണെന്നുള്ളത് എന്നെ ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിച്ചു. സോ അതാണ് അതിനെ പറ്റിയിട്ടൊന്ന് ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് പറയാം.
തീർച്ചയായിട്ടും ഇത് ഞാൻ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, അതുകൊണ്ട് ഞാൻ പറയാം. പിന്നെ TSSR എന്ന് പറഞ്ഞൊരു കൗൺസിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് TSSR. ഓക്കെ, അപ്പൊ TSSR കൗൺസിൽ എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ഒരു NGO ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർക്ക് നമുക്കൊരു സർട്ടിഫിക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവർ കുറെ സ്ഥാപനങ്ങളുമായിട്ട് അഫിലിയേഷൻസ് എടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവരുടെ സർട്ടിഫിക്കറ്റ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്നതുകൊണ്ട് തന്നെ അത് എംബസി അറ്റസ്റ്റേഷൻ കിട്ടാൻ പ്രയാസമില്ല എന്നുള്ളതാണ് ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എംബസിയുടെ അറ്റസ്റ്റേഷൻ വേണമെന്ന് ഒരു നിർബന്ധമല്ല. ഓക്കെ, അതിന്റെ ഒരു സംഭവം പറയുകയാണെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആവാൻ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക എന്നല്ലാതെ എന്റെ ഒരു നിഗമനം ശരിയാണ്, ലോകത്ത് ഒരു ട്രെയിനറോടും ആരും സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല. എന്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് അത് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോ തെൻസിഹനോട് ചോദിച്ചിട്ടുണ്ടോ സർട്ടിഫിക്കറ്റ്? ക്ലാസ് എടുക്കുന്ന പിള്ളേർ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അത് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നൊരു സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞതുപോലെ ഒരു പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാത്രമാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എഫേർട്ട് എടുത്തിട്ട് അദ്ദേഹം അതിന്റെ ആൾക്കാരെ കണക്ട് ചെയ്ത് കുറച്ച് പ്രോസസ്സിലൂടെ കടന്നുപോയി ഉണ്ടാക്കിയെടുത്ത സർട്ടിഫിക്കറ്റ് ആണ് TSSRന്റെ സർട്ടിഫിക്കറ്റ്. ഓക്കെ, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി TSSR കൗൺസിൽ എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ കിട്ടും കേട്ടോ. ഓക്കെ, താങ്ക് യു. വെൽക്കം. നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്ന ക്വസ്റ്റിന് കറക്റ്റ് ഞാൻ ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തന്നെ പറയാട്ടോ. ഓക്കെ, ഇനി ആർക്കെങ്കിലും ചോദിക്കാണ്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനോ എന്താണെങ്കിലും ഓക്കെ ആണ്. Hi, sir. ഹായ്. I am Fida from Kannur. ഹായ് ഫിദ. Okay. Hi. Sir, actually, sir ഇപ്പൊ പറഞ്ഞല്ലോ sir MBA പാസ് ഔട്ട് ആണെന്നുള്ളത്. അപ്പം ഈ ഡിഗ്രി നമ്മളെ ഈ ട്രെയിനിങ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിന് ഡിഫൈൻ ചെയ്യോ? അത് മാറ്റർ ആണോ? അല്ലല്ലോ. 100% അല്ല. അല്ലല്ലോ. അല്ല ഞാൻ എന്താ വെച്ചാൽ ഞാൻ ബിടെക് പഠിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു മരവാഴയാണ് അതിലെന്നുള്ളത്. അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞു ബിടെക്കുമായിട്ട് എനിക്ക് അതൊരു പ്രശ്നം. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു, എനിക്ക് ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ലാപ്ടോപ്പിന്റെ മുമ്പിൽ ഇരിക്കുക. അപ്പൊ ഞാൻ വീട്ടുകാരോട് വന്നു MBA നല്ലൊരു ചോയ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അവര് സമ്മതിച്ചില്ല, ഒരു വിധം കൺവിൻസ് ചെയ്ത് അങ്ങനെ പോയതാണ് MBAക്ക്. അല്ല അന്ന് പിന്നെ ട്രെയിനിങ് ഒന്നും ഇല്ലല്ലോ, അന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ അത് പക്ഷെ എന്താ വെച്ചാല് ആ MBA മുതലാണ് ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അത് പറയാം. പിന്നെ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. ഓക്കെ, അതുവരെ പഠിച്ചിട്ട് മനസ്സിലാവുണ്ടോ. പിന്നെ ഈ പറഞ്ഞതുപോലെ ക്ലീഷേ ഡയലോഗ് അടിക്കണ്ടല്ലോ, അന്ന് ഞാൻ ഭയങ്കര അലമ്പായിരുന്നു അന്ന് അങ്ങനെ, അതൊന്നും അല്ല. എന്മാരൊക്കെ ഓരോ പോയിന്റ് കുറച്ച് നെഗറ്റീവ് ആയിരിക്കും. വേറെ MBA അപ്പൊ അത് കഴിഞ്ഞ് ചില സമയം വരുമ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ആണല്ലോ വിചാരിക്കും. പിന്നെ ഫ്രണ്ട്സ് ഇങ്ങനെ പിന്നെ മനസ്സിലാവും നമുക്ക് 10 ലക്ഷം രൂപ കടണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാർ ചിലപ്പോൾ വിട്ടും. പക്ഷെ പേപ്പർ തോറ്റ നമ്മൾ തന്നെ എഴുതിയെടുക്കണം നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നു, നമ്മൾ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെയാണ്, അല്ലാതെ വേറെ ഒന്നും ഇങ്ങനെ പഠിച്ചത് കൊണ്ട് അതായത് അല്ല ഞാനിപ്പോ എടുത്തത് BA ഇംഗ്ലീഷ് ആയിരുന്നു എടുത്തത്. അപ്പൊ പെട്ടെന്ന് സാറ് MBA എടുത്തത് പറഞ്ഞപ്പോ നമുക്ക് ഒരു ഡൗട്ട് വന്നു. മീൻസ് അതിലെയാണോ വരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നുള്ളൂ. താങ്ക് യു സോ മച്ച്. അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ ഇത്രയും പഠിച്ചത് കൊണ്ട് നമുക്ക് കാണിക്കാലോ, മനസ്സിലായില്ലേ? ശ്രീ യൂണിവേഴ്സിറ്റി ഒന്നും അല്ലല്ലോ, നല്ല യൂണിവേഴ്സിറ്റീസ് അല്ല, കാണിക്കാലോ. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. വെൽക്കം. എനിക്ക് എല്ലാവരുടെയും പേര് ഇഷ്ടമായിട്ടോ. 2929299704 സൈബർ മീഡിയ, അടിപൊളി. വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ ഗൈസ്? എന്തുണ്ടെങ്കിലും ചോദിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുണീക്ക് എക്സിന്റെ പുറത്തുള്ള ട്രെയിനിങ് ഫീൽഡിൽ വേറെ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ സാറിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഗുഡ് ഈവനിങ്. എന്റെ പേര് ഉമൈവ. ഞാൻ പാലക്കാട് നിന്നാണ്. ഒരു എഞ്ചിനീയറിംഗ് കോളേജില് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ കുറെ കാലമായിട്ട് സാറുടെ ഈ ഫേസ്ബുക്കില് സാറുടെ ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ഇതിനെ കുറിച്ച് അന്വേഷിച്ചത്. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു ട്രെയിനർ ആവണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ കുട്ടികളെ ടീച്ച് ചെയ്യാന്നുള്ളത്
വേറൊരു ട്രെയിനിങ് മീൻസ് അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സാറ് പറഞ്ഞപ്പം ബിടെക് എന്ന് പറയുന്ന ഒരു മരവാഴ, അപ്പൊ ബിടെക് പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഞാൻ. അപ്പൊ ഞാൻ എനിക്ക് ഓക്കെ, അപ്പൊ എനിക്ക് ഒരു ട്രെയിനർ ആവണമെന്നുണ്ട്. പക്ഷെ എന്താണ് നമ്മൾ നേരത്തെ ഒരു മാം ചോദിച്ച പോലെ തന്നെ നമ്മൾ കുറെ കോഴ്സുകൾ ചെയ്യും, പക്ഷെ നമ്മള് അതൊരു ഒരു ഓപ്പർച്യൂണിറ്റി നമ്മള് അല്ലെങ്കിൽ സെർച്ച് ചെയ്യുക അതല്ല വെച്ചാൽ അത് മുന്നോട്ട് കൊണ്ടുപോവുക ചെയ്യില്ല. നമ്മൾ കോഴ്സ് പഠിച്ച് നമ്മളെ പോക്കറ്റിൽ ഇങ്ങനെ വെക്കും, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആക്കി വെക്കും എന്നുള്ളതാണ്. അപ്പൊ സാറിന്റെ ഇപ്പൊ ഈ പറഞ്ഞ കോഴ്സ് ബേസിക് കോഴ്സ് ആണോ, അതോ ഇനി ഇതിന്റെ അഡ്വാൻസ്ഡ് വേറെ ഉണ്ടോ? ഓക്കെ, നമുക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 ഇതൊന്നുമില്ല. മനസ്സിലാവുന്നു? ഇതൊന്നുമില്ല. നമുക്ക് ആകെയുള്ളത് ഈ കോഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാജിദിനോട്, അതായത് നിങ്ങൾക്ക് നമ്മൾ അവസരങ്ങൾ തരും എന്ന് പറഞ്ഞിട്ട് ആരും എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അതൊരു ബാധ്യതയാണ്, നമ്മളെ കൊണ്ട് അത് പറ്റില്ലെങ്കിൽ അത് ബാധ്യതയാണ്. പക്ഷെ അവസരങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങളെ നമ്മൾ പ്രാപ്തരാക്കുന്ന പറയാറുള്ളത്. പിന്നെ ഇതിന് പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിക് XXXX വരാണ്ട്, XXL വരാണ്ടെന്നൊന്നും ആരും പറയില്ല, നിങ്ങൾ പേടിക്കേണ്ട. ഇതേ ഉള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് വേറെ കോഴ്സുകൾ ഉണ്ട്, അത് മാൻഡേറ്ററി ഒന്നല്ല. അത് ഈ പറഞ്ഞതുപോലെ ചില ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ അവർക്ക് ഈ കോഴ്സ് ആവശ്യം തോന്നുമ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് ഈ കോഴ്സ് നന്നാവും എന്നുള്ളത്. അതല്ലാതെ എന്തായാലും ഈ കോഴ്സ് ചെയ്യണം കേട്ടോ എന്നൊന്നും ആരും പറയൂല. ഓക്കെ, നിങ്ങൾ കൂളായിരിക്കും, നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ സാർ, ഇതിപ്പോ ഓൺലൈൻ സെഷൻ 3 days ഓഫ്ലൈൻ സെഷനോ അങ്ങനെയല്ലേ സാർ പറഞ്ഞു? ഈ ഓൺലൈൻ സെഷൻ എന്ന് പറയുന്നത് ടൈമിങ് അങ്ങനെ എങ്ങനെയാണ് അത്? അതായത് നമുക്ക് വരുന്നത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആണ് ഇവരുടെ ടൈമിംഗ് വരുന്നത്. അത് നമ്മൾ ഒരു 9 o'clock തൊട്ടിട്ട് ഒരു 10 o'clock വരെയാണ് നമ്മൾ സെഷൻസ് ഉണ്ടാവുക. പെർട്ടൈനിങ് ടു ഓഫ്ലൈൻ സെഷൻസ് നമ്മൾ അത് ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. അവിടെ രാവിലെ ഒരു 10 o'clock ഒക്കെ മുതൽ ഈവനിങ് 4:30 ഒക്കെ തീരുന്ന രീതിയിൽ അങ്ങനെയായിരിക്കും അവർ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഇത് അങ്ങനെയാണ് നോർമലി പോവുക. പിന്നെ ഓരോ 20 daysലാണ് ഒരു ക്ലാസ് മോനെ, 20 daysലല്ലേ അഫ്സൽ? 3 weeksൽ അല്ലേ? 2 വീക്ക്, 3ാമത്തെ വീക്കിൽ നമുക്ക് അതെ അങ്ങനെ ഉണ്ടാവും. പിന്നെ നേരത്തെ ചോദിച്ച പോലെ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ കുറെ ക്ലാസ് എടുക്കുക എന്നുള്ളതല്ല, നമ്മൾ കുറെ സെഷൻസ് എടുക്കുക എന്നിട്ട് ഇങ്ങനെ ഓക്കെ ഇതാണ് ടോപ്പിക് നിങ്ങൾ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു, ഒരു സൈഡിൽ നമ്മൾ ഇവിടെ സെഷൻസ് കൊണ്ടുപോകുമ്പോൾ മറ്റേ സൈഡിൽ നിങ്ങൾ മോൾഡ് ചെയ്യുന്നുണ്ടാവും. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ജുജുബി മോഡലാണ് പോവുക. അതായത് ഓരോ സ്റ്റെപ്പ് വെച്ച് നിങ്ങൾ ഇങ്ങനെ കയറുന്നുണ്ടാവാം. മനസ്സിലായില്ല? അങ്ങനെയാണ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ അങ്ങനെയാണ്. ഇപ്പൊ കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾ തന്നെ കാണും. പിന്നെ നിങ്ങൾക്ക് നമ്മൾ അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്സ് തരും. പിന്നെ നിങ്ങൾ ആരും ഐസ് ചെയ്യൂല, പേടിക്കണ്ട. അതായത് വളരെ നന്നായിട്ടുണ്ട് അങ്ങനെയൊന്നും പറയില്ല. വളരെ ബോറായിക്കണെങ്കിൽ ബോറായിട്ടുണ്ട് എന്ന് തന്നെ പറയും. അതാണ് ഇവിടുത്തെ ഒരു കൾച്ചർ കേട്ടോ. അപ്പൊ നിങ്ങൾ അതിൽ പേടിക്കണ്ട. നിങ്ങളെ മോട്ടറാക്കി മോട്ടിവേറ്റ് ചെയ്യൂല, നിങ്ങളുടെ ഉള്ളത് പറഞ്ഞ അങ്ങനെ നിങ്ങൾ ഷേപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഞാനൊരു കാര്യം കൂടെ ആഡ് ചെയ്യട്ടെ. മാം, നമ്മള് ഓപ്പർച്യൂണിറ്റീസ് തരൂല എന്നല്ല കേട്ടോ പറഞ്ഞത് സാർ. ഇപ്പം അത് ഗ്യാരണ്ടി പറഞ്ഞിട്ട് നിങ്ങൾ അത് പ്രതീക്ഷിച്ച് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തത്. എന്താ സംഭവം എന്ന് വെച്ചാല് സെഷൻസിന്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. ഓഫ്ലൈനിൽ ഒരു 1 day എന്ന് പറഞ്ഞത് ഫുള്ള് പ്രാക്ടീസ് സെഷൻസ് ആണ് ഉണ്ടാവുക. നിങ്ങളുടെ കോൺവൊക്കേഷന്റെ ഇടയിൽ എല്ലാവരും പ്രാക്ടീസ് സർപ്രൈസ് പോകൂലേ, അതവിടെ നിന്നോട്ടെ. അങ്ങനെ ഓക്കെ നമുക്ക് ജോയിൻ ചെയ്യേണ്ട അപ്പൊ അവിടെ നിന്നോട്ടെ. അവര് ജോയിൻ ചെയ്യുമ്പോ അവർക്ക് എന്തെങ്കിലും സർപ്രൈസ് ഒക്കെ വേണ്ടേ? ഓക്കെ. വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ എല്ലാ വീക്കിലും ഇതേപോലെ സെഷൻസ് കൊടുക്കാറുണ്ട്, ഫ്രീ ആയിട്ട് സെഷൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മളുടെ പാർട്ടിസിപ്പൻസ് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് പെയ്ഡ് ആയിട്ട് പെർ ഹവറിന് ഓൺലൈൻ സെഷൻസിന് 1000 അതേപോലെ ഓഫ്ലൈൻ സെഷൻസിന് ഒരു 5000 റേഞ്ചിലൊക്കെ നമ്മളുടെ MUI അണ്ടറിൽ നടക്കുന്ന യൂണിക്നെസ് ഫെസ്റ്റിനൊക്കെ നമ്മൾ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ പെർഫോമൻസും നിങ്ങൾ സെൽഫ് ഡെവലപ്പ് ചെയ്യാനും കൂടെ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇപ്പൊ നമ്മൾ തരുന്ന ടോപ്പിക്സ് മാത്രമല്ല, അതിന്റെ കൂടെ സെൽഫായിട്ടും കൂടി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ തന്നെ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദാറ്റ് മീൻസ് അത് ഗ്യാരണ്ടീഡ് അല്ലാത്തതുകൊണ്ടാണ് സാർ അത് മെൻഷൻ ചെയ്യാത്തത് കേട്ടോ.
അത് നിങ്ങൾക്ക് നമ്മളുടെ പ്രൊഫൈൽ നോക്കിയാൽ കാണാം. മാജിദ് യൂണിക്നെസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇൻസ്റ്റാ പേജ് ചെക്ക് ചെയ്താൽ കാണാം കേട്ടോ. അതിൽ പല ആളുകളും വന്ന് സെഷൻസ് എടുക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ജോസഫ് അന്നൻകുട്ടി ജോസഫ് ആയിരുന്നു ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നത്. ഇതേപോലെയുള്ള പല ആളുകളും നമ്മളുടെ ട്രെയിനിങ് ഫീൽഡിലുള്ള ആളുകൾക്ക് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. നമ്മൾ തന്നെ സെഷൻസ് എടുക്കാന്നുള്ള മോഡലല്ല പോകുന്നത്. ഈ ഇൻസ്റ്റാഗ്രാം പക്ഷെ ഞാൻ പറഞ്ഞത് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ട് മാജി ഞാൻ ഇടപെട്ടെ, സോറി. പിന്നെ ഇതൊന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ വരരുത് എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഫോക്കസ് അതിലായി പോകും. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാജിദ് യൂണിക്നെസ്സിനല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളല്ലേ ഫോക്കസ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അയാൾ നടത്തുന്ന കോഴ്സ് നടത്തിക്കോട്ടെ, നമ്മൾ എന്തിനാ ഫോക്കസ് ചെയ്യണത്? നമ്മൾ നമ്മുടെ കാര്യത്തിൽ മുന്നോട്ട് പോകണം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. ഓക്കെ. പിന്നെ ഇവിടെ കഷ്ടപ്പെട്ട തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളൂ. പക്ഷെ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല ഇതിൽ എന്നുള്ളതാണ്. അതാണ് രസം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് തരുന്ന അസൈൻമെന്റ്സിന് പോലും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് 2 മിനിറ്റ് 3 മിനിറ്റ് ഉള്ളൂ. അത്രേ ഉള്ളൂ ഇവിടെ. അല്ലാതെ നിങ്ങൾ ഞാൻ പറഞ്ഞ ഒരു അരമണിക്കൂർ അതിൽ നിന്ന് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നിങ്ങൾ സിംഗിൾ ആയിട്ട് ക്ലാസ് എടുക്കും, ഓൺലൈനിൽ ക്ലാസ് എടുക്കും, ഓഫ്ലൈനിൽ റെഗുലർ ആയിട്ട് ക്ലാസ് എടുക്കും, ഗ്രൂപ്പ് ആയിട്ട് ക്ലാസ് എടുക്കും. നിങ്ങൾ അതിന്റെ എല്ലാതും പഠിക്കുന്നുണ്ട് ഇവിടുന്ന്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞുതരും ചെയ്യും എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. പിന്നെ അതിന്റെ സപ്പോർട്ടും നമ്മുടെ അടുത്തുണ്ടാവും. ഓക്കെ, ഇത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. പിന്നെ നമുക്ക് സഞ്ചരിക്കുന്ന പ്രൂഫ് ഉണ്ടല്ലോ, നമ്മുടെ പിള്ളേരുണ്ടല്ലോ, നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ. സോ അത് വെച്ച് നമ്മൾ പറയുന്നത് എന്താ, നമ്മൾ നിങ്ങളോടൊക്കെ പറയുന്നത് നമ്മൾ സ്റ്റുഡൻസിനോട് ചോദിച്ചു എന്നേ പറയാറുള്ളൂ, വേറെ ഒന്നും പറയാറില്ല. ഓക്കെ, അതാണ് നമ്മുടെ കോൺഫിഡൻസ്. അത് അഹങ്കാരമല്ല, കോൺഫിഡൻസ് ആണ്. മനസ്സിലാവുന്നത്? ഓക്കെ. Sir, I'm Shafila Nasser from Malappuram. ആക്ച്വലി ഞാൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഓൺലൈൻ സെഷൻസ് ഉണ്ട്. ഈ നൈറ്റിലാണ് സെഷൻ വരുന്നത്. അപ്പോൾ 2 സെഷൻസ് ഡീൽ ചെയ്യുന്നുണ്ട് നൈറ്റിൽ. അപ്പോൾ ഈ ടൈമിങ് എനിക്ക് ഒരു കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ ക്ലാസ്സസ് ഒക്കെ പിന്നീട് എനിക്ക് കിട്ടാവോ, അല്ലെങ്കിൽ ഇതെനിക്ക് പിന്നീട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഈ പറഞ്ഞല്ലോ ഓൺലൈൻ സെഷൻ നമുക്ക് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്ന ഒരു സെഷൻ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ എനിക്കത് എത്രത്തോളം ആപ്ലിക്കബിൾ ആവുമെന്ന് എനിക്കൊരു ഡൗട്ട്. ഞാൻ മറുപടി പറയട്ടെ. ഓക്കെ. ഓക്കെ. പിന്നെ അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയം രാത്രിയല്ല, അത് നിങ്ങളുടെ ഫ്രീ ടൈമിലാണ്. നിങ്ങൾക്കുള്ള അസൈൻമെന്റ്സും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ പറഞ്ഞ 2-3 മിനിറ്റിന്റെ അസൈൻമെന്റ്സ് രാത്രിയല്ല, അത് പകലാണ്, രാത്രിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്താണ്. സെക്കൻഡ് തിങ്, ഈ പറഞ്ഞതുപോലെ നമ്മൾ റെക്കോർഡിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ റെക്കോർഡിങ്സ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും റെക്കോർഡിംഗ് നിങ്ങൾക്ക് കിട്ടിയില്ല, അതല്ലെങ്കിൽ മിസ്സായി എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ ക്ലാസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എടുത്ത് തരും. അത് സാരല്ല, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ എടുത്തു തരും. ഓക്കെ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ നല്ലൊരു ട്രെയിനർ ആയിരുന്ന ഷീജ മാം, അപ്പോൾ എനിക്ക് തോന്നുന്ന 1 മാസം ക്ലാസ്സിൽ വന്നിട്ടില്ല. പിന്നെ പക്ഷെ റെക്കോർഡിങ് കേൾക്കായിരുന്നു. ഈ പറഞ്ഞതുപോലെ നമ്മുടെ കമ്മിറ്റ്മെന്റും താല്പര്യവും പോലെയാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രാക്ടീസിനെ ഇത് ബാധിക്കില്ല, അത് ഗ്യാരണ്ടി തരാം. കാരണം നിങ്ങളോട് 9 മണിക്ക് വന്നാലും അങ്ങനെ ചെയ്യണം പറയില്ല. ഓക്കെ. പിന്നെ എന്തെങ്കിലും ഒരിക്കൽ വന്നാലായി. ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് സെഷൻ എടുക്കേണ്ടി വരുമ്പോൾ അത് ചിലപ്പോൾ 9 മണിക്കാണെങ്കിൽ ഈ 2 മാസത്തിൽ 1 ദിവസമൊക്കെ നിങ്ങൾക്ക് സ്പെയർ ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഗൈസ്? ഇല്ല, രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. ഞാൻ പോട്ടെ, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗൈസ്, അപ്പോ ഇനി നിങ്ങൾ ജോയിൻ ചെയ്താലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫ്സലിനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ അഫ്സലിനെ അറിയുന്നവർക്ക് അറിയാം, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരാളെയും പറ്റിക്കണം എന്ന് വിചാരിച്ച് പ്രോഗ്രാം നടത്തുന്ന ആളുമല്ല. അതിന്റെ ഒരു ഇമോഷണൽ സൈഡ് പറയണമെങ്കിൽ അതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ ഫൈനാൻസ് എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് മാത്രം നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യാതിരിക്കരുത്. കാരണം അത് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ്. പിന്നെ നമ്മൾ വിചാരിച്ചില്ലെങ്കിലും പോകുന്ന ഒരു സാധനമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ്. താല്പര്യങ്ങളും ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ലൈഫിലെങ്കിലും, ഇപ്പൊ നേരത്തെ പിന്നെ മാം പറഞ്ഞിരുന്നു ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുകയാണെന്നുള്ളത്. ഞാൻ 100% ഗ്യാരണ്ടി ആണ്, ഈ കോഴ്സിന് ജോയിൻ ചെയ്താൽ നിങ്ങളുടെ ടീച്ചിങ് സ്റ്റൈല് മാറും. അത് എൻ്റെ ഒരു അഷുറൻസ് ആണ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോ
ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഞാനൊരു 20 മിനിറ്റ് ആണ് പ്രതീക്ഷിച്ചത്, പക്ഷെ ഇതിപ്പോ 1 hour പോയില്ലേ. എന്തായാലും സന്തോഷം, കല്യാണം കഴിഞ്ഞെന്തോ. അപ്പോ ഒരുപാട് സന്തോഷം കേട്ടതിന്. പിന്നെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം എങ്ങനെങ്കിലും ഒക്കെ കാണാം കേട്ടോ. ഓക്കെ, നമുക്കൊരു താങ്ക് ഉറച്ച യു സർ. കേട്ടോ, താങ്ക് യു ഉറച്ച സർ. നിലപാടുണ്ട്. Thank you very much. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യട്ടോ. പൊളിക്കും. ഓക്കെ, അപ്പം എനിക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി അഫ്ല സാറ് തന്നിട്ടുണ്ടാവും. സാറിന്റെ പേജ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അഫ്ല ബിൻ മുഹമ്മദ് എന്നാണ് സാറിന്റെ ഇൻസ്റ്റാഗ്രാം പേജ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അവൈലബിൾ ആണ്. 5-8 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ളതാണ്. പിന്നെ യുണീക്ക് എക്സ് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരാം. ഇപ്പം ചില ആൾക്കാർക്ക് ഫുൾ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. 2 മാസത്തെ ഓൺലൈൻ പ്രോഗ്രാം ആണ്. അതിന്റെ കൂടെ 3 ദിവസത്തെ ഓഫ്ലൈൻ സെഷൻസും കൂടെ അവൈലബിൾ ആയിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഓഫ്ലൈൻ സെഷൻസ് നടക്കുക, കൂടുതൽ പാർട്ടിസിപ്പൻസ് ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണോ ഉള്ളത് അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്നാണ് ഈ ഓഫ്ലൈൻ ഇവന്റുകൾ കണ്ടക്ട് ചെയ്യുക. പിന്നെ അതേപോലെ TSSR കൗൺസിലിന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണ് കൊടുക്കുന്നത്. അത് എംബസി അറ്റസ്റ്റേഷനും കിട്ടുന്ന ടൈപ്പ് സർട്ടിഫിക്കറ്റ്. അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും, ആവശ്യമുണ്ടെങ്കിൽ എംബസി അറ്റസ്റ്റേഷനും കിട്ടും. പുറത്തേക്ക് പോകുന്ന സമയത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. വെറുതെ ഇങ്ങനെ നാട്ടിൽ നിന്ന് കോഴിക്കോട് നിന്ന് ഒരു പ്രിന്ററിൽ അടുപ്പിച്ചിട്ട് തരികയല്ല. ഇത് ഒറിജിനൽ സർട്ടിഫിക്കേഷൻ ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആണ്. നമ്മൾ NSRDC കേൾക്കാറില്ല, അത് ഗവൺമെന്റ് ഓഫ് കേരള അപ്രൂവ്ഡ് ആണ്. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിന് തന്നെ സ്പെഷ്യൽ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ എടുത്ത് അപ്രൂവൽ വാങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുക, ഓരോരുത്തർക്കും ആവശ്യമായിട്ട് ഇപ്പം പലരും ഇപ്പം ജോയിൻ ചെയ്യണ്ടേ, അല്ലെങ്കിൽ പല സ്റ്റേജിൽ എത്തിയിട്ട് അവിടുന്ന് ഒരു ഗ്രോത്ത് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. ദാറ്റ് മീൻസ് മൈൻഡിൽ കുറെ ലിമിറ്റിംഗ് ബിലീഫുകൾ, ചിലപ്പോൾ അവരുടെ പാരന്റിങ്ങിലുള്ളതായിരിക്കാം, റിലേഷൻഷിപ്പിലുള്ളതായിരിക്കാം. ഇതുവരെ ലൈഫ് ലീഡ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാലത്തിനിടയിൽ പല കാരണങ്ങൾ കൊണ്ട് ചില മനസ്സിൽ ചില വിഷമങ്ങൾ കാരണമൊക്കെ ട്രോമറ്റൈസ്ഡ് ആയി പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ദാറ്റ് മീൻസ് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല, പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ നോക്കുന്ന സമയത്ത് അത് എന്നെ കൊണ്ട് പറ്റുമോ, ഞാൻ എടുത്താൽ അത് ഫെയിൽ ആയി പോകില്ലേ, എന്നെ കൊണ്ട് ആരെങ്കിലും കളിയാക്കുമോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലിമിറ്റിംഗ്, ഒരു നെഗറ്റീവ് തോട്ടാണ് ഇങ്ങനത്തെ ആളുകൾക്ക് വരിക. അപ്പോൾ നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മൈൻഡിന്റെ എല്ലാ ലിമിറ്റിംഗ് ബിലീഫുകളും ഒഴിവാക്കി എടുക്കാനുള്ള ഒരു പ്രോസസ്സ്, നമ്മൾ ഡെയിലി ഹാബിറ്റുകൾ നമ്മൾ പഠിപ്പിക്കുക. അതിപ്പോൾ ബിന്ദു മാമിനൊക്കെ പെട്ടെന്ന് കണക്ട് ആവും, കാരണം മാം ഒരു ലൈഫ് കോച്ച് ആയതുകൊണ്ട് ചിലപ്പോൾ മാമിന് മൈൻഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ, അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടായേക്കാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു നല്ലൊരു പാരന്റിങ് കോച്ചിങ് ട്രെയിനിങ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതൊരു നല്ലൊരു പാരന്റ് ആയിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുന്നത് പഠിക്കാൻ പറ്റും. അതേപോലെ ഒരു ടീച്ചർ ആണെങ്കിൽ അവർക്ക് മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് തിയറി എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർക്ക് അറിയണ്ടാവും. അപ്പൊ അത് യൂസ് ചെയ്തുകൊണ്ട് ഒരു കുട്ടീനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത്, ടീച്ചിങ് ചെയ്യുന്ന സമയത്ത് പല കുട്ടികൾക്കും പല വേ ഓഫ് എന്താണ് പഠിക്കുന്ന മെത്തേഡ് ഡിഫറെന്റ് ആയിരിക്കും. ചില കുട്ടികൾക്ക് കേട്ട് പഠിക്കാനായിരിക്കും, കണ്ടു പഠിക്കാനായിരിക്കും, അതേപോലെ ചെയ്ത് പഠിക്കാനായിരിക്കും. ആ ഡിഫറൻസിയേഷൻ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കുട്ടീനെ പഠിപ്പിക്കാൻ പറ്റി എങ്ങനെ ഉണ്ടാവും. അത് പഠിപ്പിക്കുന്നത് മാത്രമല്ല, അവരുടെ ഉള്ളിലുള്ള സ്പെഷ്യൽ ടാലന്റുകൾ ഏതൊക്കെയെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റും. നമ്മളത് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും കേട്ടോ. നമ്മൾക്ക് എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള കുറച്ച് കഴിവുകളും പേഴ്സണാലിറ്റികളും ജന്മനാ തന്നെ ഉണ്ട്. അപ്പൊ അത് കണ്ടെത്തിക്കൊണ്ട് അതെങ്ങനെ നമ്മളുടെ ലൈഫിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ മീൻസ് അത് മോണിറ്റൈസ് ചെയ്യാൻ പഠിക്കും. അതിനെക്കൊണ്ട് എങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ഫിനാൻസ്, നമ്മളുടെ ലൈഫിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ട്രെയിനിങ് പാഷൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ എൻഡിലെത്തുന്ന സമയത്ത് നമുക്ക് പണം അത്യാവശ്യമാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ, നമ്മളുടെ കഴിവുകൾ കണ്ടെത്തിക്കൊണ്ട് അതെങ്ങനെ ലൈഫിൽ യൂസ് ചെയ്യാന്നുള്ള ഒരു സംഭവം, യുണീക്നെസ്. അതുകൊണ്ടാണ് നമ്മൾ യുണീക്ക് എക്സ് എന്നുള്ള സംഭവം പേര് കൊടുത്തത് പോലും. ദാറ്റ് മീൻസ് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ എക്സ് ഫാക്ടർ, യുണീക്ക് ആയിട്ടുള്ള എക്സ് ഫാക്ടർ, ആ ഫൈൻഡ് എക്സ് എന്നുള്ള സംഭവമല്ല, ആ എക്സ് ഫാക്ടർ കണ്ടെത്തി കൊടുക്കുകയും കൂടി നമ്മൾ ഇതിൽ പേഴ്സണൽ മെന്ററിങ് ത്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1-to-1 ഇത് എല്ലാവർക്കും ഗ്രൂപ്പായിട്ട് മാത്രമല്ല സെഷൻസ് പോകുന്നത്. നമ്മൾ 1-to-1 ഇപ്പം നമ്മൾ ആദ്യം തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവരോട് നമ്മളൊരു ഗൂഗിൾ ഫോം അയച്ചു കൊടുത്തിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. ആ ഡീറ്റെയിൽസ് പ്രകാരം അഫ്ല സാറോ ഞാനോ ആരെങ്കിലും ഒരാൾ ഡയറക്ട്ലി, അധികവും അഫ്ല സാറാണ് ചെയ്യാറ്. അപ്പൊ അഫ്ല സാറ് ഡയറക്ട്ലി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് 1-to-1 സെഷൻ ഇരിക്കും, ഗ്രൂപ്പ് അല്ലാതെ. എന്നിട്ട് ക്ലിയർ ഔട്ട് ചെയ്യും ഏത് മേഖലയിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ഇനി ചെയ്യേണ്ടത്. എല്ലാത്തിലും കൂടെ പോയിട്ട് ട്രെയിനിങ് എടുക്കാൻ പോകുന്നതിന് പകരം
സ്കൂളിലാണോ, ടീച്ചേഴ്സിനാണോ, കോളേജിലാണോ, കോർപ്പറേറ്റ് ആണോ, പേഴ്സണൽ മെന്ററിംഗ് ആണോ, ആ രീതിയിൽ പേഴ്സണൽ ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആണോ, അത് ഏത് മേഖലയിലേക്കാണ് പോകേണ്ടതെന്ന് കറക്റ്റ് ഒരു ക്ലാരിറ്റി സാർ തരും. പിന്നെ അതേപോലെ തന്നെയാണ് എനിയാഗ്രാം എന്നും പറഞ്ഞിട്ട്, അതേപോലെ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഉണ്ട്, ഒരു ഇന്റർനാഷണൽ ടൂളാണ്. ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എനിയാഗ്രാം പേഴ്സണാലിറ്റി ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് അവരുടെ ബോഡി ലാംഗ്വേജും അതേപോലെ തന്നെ അവർ സംസാരിക്കുന്ന രീതിയും അവരുടെ കണ്ണിലേക്കും ഒക്കെ നോക്കിയിട്ട് നമുക്ക് അവരുടെ ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് ഉണ്ട്. 9 ടൈപ്സ് ഓഫ് എനിയാഗ്രാം പേഴ്സണാലിറ്റി ടൈപ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഏത് പേഴ്സണാലിറ്റി ടൈപ്പ് ആണ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അവർക്ക് കൺവിൻസിങ് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ഒരു പേഴ്സണൽ ട്രെയിനിങ് എടുക്കുക ആയിക്കോട്ടെ, സെയിൽസിലായിക്കോട്ടെ, ടീച്ചിങ് ആയിക്കോട്ടെ, ട്രെയിനിങ് ആയിക്കോട്ടെ, അത് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മറ്റുള്ള നമ്മളുടെ ഫീൽഡിലുള്ള ആളുകളെക്കാട്ടും കോമ്പറ്റീറ്റീവ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യാനുള്ള ഒരു പവർ നമ്മളുടെ മൈൻഡിൽ കിട്ടും. ഇങ്ങനെ തുടങ്ങിയിട്ട് പാരന്റിങ് ട്രെയിനിങ് പറഞ്ഞു, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പറഞ്ഞു, ട്രാൻസാക്ഷൻ അനാലിസിസ് പറഞ്ഞു, എനിയാഗ്രാം പറഞ്ഞു, പിന്നെ ഉള്ളത് നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റ് ആയിട്ട് 360 ഡിജി അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന ടീമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ക്ലാസ്സുകൾ എടുക്കാൻ വരിക. പിന്നെ അതേപോലെ പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ അഫ്ല സാറൊക്കെ ഇപ്പം ഒരു 2 വർഷം കൊണ്ടാണ് 1.25 ലക്ഷം ഫോളോവേഴ്സിന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ക്രിയേറ്റ് ചെയ്തത്. അത് സാറിന്റെ സ്ട്രാറ്റജിയും സാറിന് പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ സാറ് പഠിച്ചെടുത്ത കാര്യങ്ങൾ കൂടി ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ്. അപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ കാര്യങ്ങൾ സാറ് തന്നെ ഡയറക്റ്റ് ആയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുക. പിന്നുള്ളത് ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. എന്താന്ന് വെച്ചാൽ നമുക്ക് എവിടെ ക്ലാസ് എടുക്കാൻ പോവുകയാണെങ്കിലും നമ്മൾ ഇപ്പൊ സാറ് തുടങ്ങിയത് കണ്ടില്ല നിങ്ങൾ, ആദ്യം തന്നെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്ന്, ആദ്യം തന്നെ ഇതല്ലല്ലോ ഡൗട്ട് ക്ലിയറൻസ് അല്ലല്ലോ വന്നത്, സാറ് കുറച്ച് കഥകൾ പറഞ്ഞ് ആ കഥകളിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള കണ്ടന്റ് പറഞ്ഞെന്ന് പിന്നെ മെല്ലെയാണ് ഒരു റാപ്പ് ബിൽഡ് ചെയ്തതിന് ശേഷമാണ് സാറ് ക്വസ്റ്റ്യൻ മീൻസ് ആസ്കിങ്ങിന്റെ ആ ഒരു സംഭവത്തിലേക്ക് വന്നത്, ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു ഇതിലേക്ക് വന്നത്. അപ്പൊ എന്താ സംഭവം, ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓഡിയൻസിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഓഡിയൻസിന് കണക്ട് ആവുന്ന രീതിയിൽ നമ്മൾക്ക് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ സാർ ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഈ ആക്ടിവിറ്റീസും എനർജൈസസും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു റാപ്പോ ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. അതേപോലെ തന്നെ നമുക്കൊരു സ്റ്റോറി ത്രൂ ആളുകളുടെ അട്രാക്ഷൻ പിടിച്ചു പറ്റാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐഡിയകളും ഒരു ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെയാണ് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത്, അത് ഞാൻ ഉദ്ദേശിച്ച ട്രെയിനിങ്ങിൽ മാത്രമല്ല കേട്ടോ, ജീവിതത്തിൽ തന്നെ ഒരു ഭാര്യനോടായിക്കോട്ടെ ഭർത്താവിനോടായിക്കോട്ടെ ഡീൽ ചെയ്യുന്ന സമയത്ത് അത് പ്രസന്റ് ആവശ്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പോകുന്നെങ്കിൽ അത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ആവശ്യം നമുക്കുണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് നോ പറയാനുള്ള ഒരു ചാൻസ് ഉണ്ടാവില്ല. അവിടെയാണ് പേഴ്സണാലിറ്റികളുടെ പ്രത്യേകത. എനിയാഗ്രാം പേഴ്സണാലിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഇൻഡെപ്തിൽ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാനുള്ള ഒരു പവർ നമുക്ക് കിട്ടും. പിന്നെ ഉള്ളത് വെച്ചാൽ ഈ 2 മന്ത് കോഴ്സിൽ ഇത് പിന്നെ ഏതെങ്കിലും പിന്നെ ഉള്ളത് സ്ട്രെസ് മാനേജ്മെന്റ്. അത് എല്ലാവർക്കും ലൈഫിൽ ആവശ്യമുള്ള ഒരു കാര്യമാണല്ലോ സ്ട്രെസ് മാനേജ്മെന്റ്. അവരുടെ ഇപ്പം ഇവിടെ ഇരിക്കുന്ന പലരും പല രീതിയിൽ കൂടെയുള്ള എന്താ പറയുക വിഷമങ്ങളിലൂടെയും സ്ട്രെസ്സിലൂടെയും കടന്നു പോകും. ഫിനാൻഷ്യൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് പരമായിട്ടായിരിക്കാം, മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിരിക്കാം, സ്പിരിച്വൽ റിലേറ്റഡ് ആയിരിക്കാം. ഏത് രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ സ്ട്രെസ് മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ടൈം മാനേജ്മെന്റും അതിന്റെ കൂടെ തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് എന്ത് തന്നെ ട്രെയിനിങ്ങുകൾ എടുത്തു കഴിഞ്ഞാലും നമ്മളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചല്ലേ നമുക്ക് അതിൽ ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റുക. ഇപ്പൊ സാറിനോട് ഒരാൾ ചോദിച്ചല്ലോ, ബിന്ദു മാം വന്നോന്ന് ചോദിച്ചത്, ഇത്ര സിമ്പിൾ ആയിട്ട് എങ്ങനെയാ സാർ ഒരു ഗ്രൂപ്പിനെ മാനേജ് ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലേ. അത് സാറിന്റെ ആ ഫീൽഡിനോടുള്ള താല്പര്യവും 8 വർഷത്തെ എക്സ്പീരിയൻസും ആണ് സാറിന് അങ്ങനെ ആക്കി മാറ്റിയത്. ആദ്യം സാറും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പം യൂണിക് കുറിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും സാറും സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ സംസാരിച്ച് നമ്മൾക്ക് എന്താ പറയുക, ഒരു ന്യൂറൽ നെറ്റ്വർക്ക് എന്നൊരു സംഭവമുണ്ട്. ഇപ്പം ഞാനിപ്പം ഒരു വിരല് ഇവിടുന്ന് ഇവിടേക്ക് മൂവ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ ചിന്ത പോകുന്ന ഉടനെ തന്നെ നമ്മളെ സ്പൈനൽ കോഡ് ത്രൂ നമ്മളുടെ തലച്ചോറിലേക്ക് ഒരു മെസ്സേജ് പോകുന്നുണ്ട്. ആ മെസ്സേജ് മോട്ടോർ ന്യൂറോൺസ് ത്രൂ തലച്ചോറിന് ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡ് ത്രൂ നമ്മളുടെ ഇവിടേക്ക് മെസ്സേജ് എത്തുന്ന സമയത്ത് മാത്രമേ എനിക്ക് റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ആ സയൻസ് അറിയുന്നവർക്ക് അറിയാം, ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയും. ഇതേപോലെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് 21 ദിവസമൊക്കെ ഒരു കാര്യം കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഹാബിറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരിക്കലും ഒരു സർട്ടിഫിക്കേഷൻ എടുത്തതുകൊണ്ടോ 2 മാസം ട്രെയിനിങ് എടുത്തതുകൊണ്ടോ നമ്മളൊരു ഹൈ ബ്രാൻഡ് വേൾഡ് റിനോൺഡ് ട്രെയിനറായി മാറുന്നില്ല. അതിന്
ആയി മാറണമെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിലേക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ആ ഹാബിറ്റുകൾ എങ്ങനെയാണ് ലൈഫിൽ ഫോളോ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട്, കൺസിസ്റ്റൻസി ഉള്ള ഏതൊരു മനുഷ്യനും ലൈഫിൽ സക്സസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ കൺസിസ്റ്റൻസി ഉള്ള ഏത് ആൾക്കാരെടുത്ത് നോക്കിയാലും മനസ്സിലാവും. അപ്പോൾ ആ കൺസിസ്റ്റൻസി ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും എവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ഈ സെഷനിൽ നമ്മൾ പഠിപ്പിച്ചു. വെറുതെ ഇങ്ങനെ വന്നിട്ട് ഒരു ട്രെയിനിങ് കഴിഞ്ഞാൽ നിങ്ങൾ വിട്ടോളി എന്ന് പറയല്ല ചെയ്യുക. നമ്മൾ വീണ്ടും നിങ്ങളെ കണക്ട് ചെയ്യുന്നത് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, എന്നിട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ആ ഫോളോ അപ്പിൽ ആ ഡെയിലി ടാസ്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. അതൊരു 5-10 മിനിറ്റ് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ 3 തരത്തിലുള്ള എക്സസൈസ് ഡെയിലി ചെയ്യണം. നമ്മൾ അത് നമ്മൾ BBM എന്ന് പറയും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രൊഫൈലിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അതിനെ കുറിച്ച്. ബ്രെയിന്, ബോഡി, മൈൻഡ്. ബ്രെയിൻ എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ തലച്ചോറിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള എന്തെങ്കിലും ഹാബിറ്റുകൾ നമ്മൾ ചെയ്യണം ഡെയിലി. അതേപോലെ തന്നെ നമ്മളുടെ ബോഡി ഫിറ്റ് ആക്കി എടുക്കാൻ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നമ്മളെ ഫിസിക്കലി ഉള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഡെയിലി ചെയ്യണം. അതേപോലെ തന്നെ മൈൻഡിനുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഡെയിലി ചെയ്യണം. അങ്ങനെ ചെയ്തു പോകുന്ന ഒരാൾക്ക് മാത്രമേ ലൈഫിൽ ഒരു സക്സസ്ഫുൾ ആയിട്ട് മാറാൻ പറ്റുള്ളൂ. ഏത് മേഖലയിലാണെങ്കിലും അത് കൺസിസ്റ്റന്റ് ആയിട്ട് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത എന്തെങ്കിലും എന്താ പറയാ മോശമായിട്ടുള്ള എന്തെങ്കിലും ഹാബിറ്റുകൾ, ഇപ്പോൾ ഡ്രഗ്സോ അല്ലെങ്കിൽ ആൽക്കഹോളോ അല്ലെങ്കിൽ ഇപ്പം വേറെ എന്തെങ്കിലും പോണോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി എടുത്തിട്ട് നമ്മളുടെ ഫോക്കസ് നമ്മളുടെ വിഷനിലേക്കായിരിക്കണം. അങ്ങനെ വിഷനിലേക്ക് ആയിരിക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു വിഷൻ ബോർഡ് വേണം. ആ ഒരു വിഷൻ ബോർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മൾ കറക്റ്റ് ഗോൾ സെറ്റ് ചെയ്തിട്ട് അതൊരു വിഷൻ ബോർഡ് ആക്കി മാറ്റിയിട്ട് അതെങ്ങനെയാണ് ഡെയിലി വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് ഡെയിലി നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ഒരു നമ്മൾ പറയാറില്ലേ, നമ്മളിപ്പോ ഒരു കാറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാ, ഓലോട് എടുത്തോളൂ എന്ന് പറയാം. പക്ഷെ അതിന് പകരം വേണമെങ്കിൽ കറക്റ്റ് ഒരു സ്ഥലം പറഞ്ഞു കൊടുത്താൽ അവർ ആ കറക്റ്റ് സ്ഥലത്തേക്ക് എത്തിക്കും. അല്ലെങ്കിൽ ആ കാറ് പല സ്ഥലത്തൂടെ ഇങ്ങനെ പോയിട്ട് സഞ്ചരിച്ച് എവിടേക്കോ എത്തിപ്പെടാൻ, നമുക്ക് വിചാരിച്ച സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പൊ എന്താ സംഭവം, നമ്മളുടെ മനസ്സിനും നമ്മളുടെ ബ്രെയിനും നമ്മളെ ബോഡിക്കും നമ്മൾ കറക്റ്റ് ഒരു മെസ്സേജ് കൊടുക്കണം. ഈ രീതിയിലാണ് എനിക്ക് സഞ്ചരിക്കേണ്ടത്. 5 വർഷം കൊണ്ട് ഒരു വേൾഡ് റിനോൺഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മേഖല നമ്മൾ കണ്ടെത്തിയ യുണീക്ക് മേഖലയിൽ ഒരു ട്രെയിനർ ആയിട്ട് എനിക്ക് മാറണം. ഇത്ര ആളുകളെ 1,00,000 ആളുകളിലേക്ക് എനിക്ക് ട്രെയിനിങ് ഗ്രൂപ്പായിട്ടും പേഴ്സണലായിട്ടും എനിക്ക് എത്തിപ്പെടാൻ പറ്റണം എന്നുള്ളൊരു വിഷനോട് കൂടിയിട്ട് ലൈഫ് ലീഡ് ചെയ്യാനുള്ള കാര്യങ്ങളും ഈ സെഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫുൾ പ്രോഗ്രാമിനാണ് നമ്മളിപ്പോ ലൈഫ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കുറഞ്ഞു പോകും. ഇങ്ങനെ മീൻസ് ലൈഫ് എന്ന് പറയുമ്പോൾ ഫുൾ കാര്യങ്ങൾ ആസ്പെക്ട് വന്നല്ല, ആ ഫുൾ കാര്യങ്ങൾ എല്ലാ ഡയമെൻഷനിലും ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, സ്പിരിച്വാലിറ്റി തുടങ്ങിയ എല്ലാ ഡയമെൻഷനിലും ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അതും വെറും 26,000 രൂപയ്ക്ക്. ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഈ കോഴ്സ് ചെയ്തിട്ട് 15,000 രൂപ ഒരു സെഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ജീവസാറിനെ എനിക്കറിയാം. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ തരാം, കണക്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ സെയിം പ്രോഗ്രാം ആണ് അവർ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. സാറിന്റെ റിഫൈൻ എന്ന പ്രോഗ്രാം, ആ റിഫൈൻ എന്ന പ്രോഗ്രാമിലേക്ക് കുറച്ചും കൂടി അഡ്വാൻസ്മെന്റ് വന്ന പ്രോഗ്രാമാണ് യുണീക്ക് എക്സ്. അപ്പൊ ഈ 26,000 എന്ന് പറഞ്ഞാൽ 1 ടൈം ആയിട്ട് 26,000 പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 8,000 ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ചെയ്തിട്ട് അടുത്ത മാസം 8,000, മൂന്നാമത്തെ മാസം 10,000, അങ്ങനെയാണ് പേയ്മെന്റ് മൊഡ്യൂൾ വരുന്നത്. അല്ലാണ്ട് ഡയറക്ട്ലി ഫുൾ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്ത് ചെയ്യുക, വേറെ എന്തെങ്കിലും ഇപ്പൊ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെയാണ് എനിക്കിപ്പോ ഞാൻ പിന്നുള്ളത് ആക്ടിവിറ്റീസ് എനർജൈസസിന്റെ പറഞ്ഞു. പിന്നെ ഇതിൽ നമ്മൾ ഒരു ദിവസത്തെ ഓഫ്ലൈൻ ഇവന്റിൽ വരുന്നത് ഇൻട്രാപ്രണർഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം പഠിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇതുവരെ എവിടെ ഓൺട്രപ്രണർഷിപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇൻട്രാപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് 250ഓളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിന്റെ ഹെഡ് ഓണറാണ് നമുക്ക് വന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പൊ അവരുടെ ഒരു ഓൺട്രപ്രണറിയൽ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, അവർ എന്താ പഠിപ്പിക്കാൻ പോകണമെന്ന് അറിയോ? ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ ലൈഫിൽ ഡെവലപ്മെന്റ് എങ്ങനെ, അവിടുത്തെ പെർഫോമൻസിൽ ഇൻക്രിമെന്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് നെക്സ്റ്റ് പൊസിഷനിലേക്ക്, ഇപ്പം എന്താ പറയുക, നമ്മൾ അപ്രിസിയേഷൻ എന്ന് പറയില്ല, ആ നെക്സ്റ്റ് പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് കിട്ടണമെങ്കിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കമ്പനിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കമ്പനി നടത്തുന്ന ആളായിക്കോട്ടെ, നമ്മൾ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അതിനാണ് പറയുക ഇൻട്രാപ്രണർഷിപ്പ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ അതിനായിട്ട് ഡിസൈൻ. അതൊക്കെ ഞാൻ സാറിന് നേരിട്ട് ഒരു ഹർത്താൽ ദിവസം അപ്പോയിന്റ്മെന്റ് എടുത്ത് ഫ്ലാറ്റിലൊക്കെ പോയി സംസാരിച്ചൊക്കെ സെറ്റാക്കിയതാണ് ആ മൊഡ്യൂൾ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ലൈഫിൽ ആവശ്യപ്രദമായിട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ 3 ദിവസം മാത്രമാണ് വീക്കിലി നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവുക. ബാക്കിയുള്ളത്
മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേസിലാണ് ഉണ്ടാവുക. പിന്നെ ഓഫ്ലൈൻ സെഷൻസ് ഉണ്ടാവുക സൺഡേയിലാണ്. 3 സൺഡേ, ഏതെങ്കിലും 3 സൺഡേയിലാണ്, 2 മാസത്തിനിടയിൽ 3 സൺഡേസിലാണ് ഈ പ്രോഗ്രാംസ് ഉണ്ടാവുക. അതൊരു 9 to 5 എന്നുള്ള രീതിയിലാണ് ഉണ്ടാവുക. മിക്കവാറും ഇപ്രാവശ്യം കോഴിക്കോടോ മലപ്പുറമോ ആവാനാണ് സാധ്യത, ഉറപ്പില്ല. ഇപ്പൊ ഇതുവരെ ജോയിൻ ചെയ്തവർ വെച്ചിട്ട് അങ്ങനെയാണ് സാധ്യത കാണുന്നത്. അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവേണ്ടതില്ല. കാരണം ഒരു 1 ഡേക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തും, ഞാനിപ്പോൾ ഡോക്ടർ പി വിജയൻ സാറിന്റെ, നിങ്ങൾക്ക് അറിയണ്ടോ പി വിജയൻ സാർ? കേരളത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ട്രെയിനർ. സാറിന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ എറണാകുളത്ത് പോയിട്ട് ലെമറിഡിയനിൽ പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് താജ് ഹോട്ടലിൽ പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾക്കൊരു ആവശ്യം ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് നമ്മളുടെ ലൈഫിൽ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ യാത്ര നമ്മൾക്കൊരു വിഷയമായി വരില്ല നോർമലി. കാരണം എന്താണ്, ആ യാത്ര കൊണ്ട് നമ്മളുടെ ലൈഫ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കാൻ പോവാണ്. ഇപ്പൊ ഉള്ള ആ ഒരു കംഫർട്ട് സോൺ അല്ലല്ലോ, അത് ബ്രേക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു പ്രോഗ്രാം. ഇനി ഈ കാര്യങ്ങളൊക്കെ ആണ് ഇതിൽ പറയാനുള്ളത്. വേറെ പേഴ്സണൽ ബ്രാൻഡിങ് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഞാൻ വിചാരിക്കുന്നത് ഒരുവിധം കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ ഒന്നും കൂടെ ഒന്ന് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട്, സോറി. Thank you, sir, for all the information. I'll get in touch with you. I have to leave now. Thank you very much. Thank you for joining, ma'am. Thank you so much. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുടെ ചോദിച്ചോളൂ. ഇനിയിപ്പോൾ അഥവാ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, നാളെയാണ് നമ്മളുടെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ ഈവനിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് 8,000 പേയ്മെന്റ് ചെയ്തിട്ട് ഈ നമ്പറിൽ കണക്ട് ചെയ്താൽ അവർ ഡീറ്റെയിൽസ് തരും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ജോയിൻ ചെയ്യുക. നാളത്തെ സെഷനിൽ കാണാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ബിസ്ന, ഞാൻ ഏതെങ്കിലും പാർട്ട്, മുർഷിദ, ഞാൻ ഏതെങ്കിലും പാർട്ട് പറയാൻ വിട്ടുപോയതുണ്ടെങ്കിൽ ഒന്ന് ഓർപ്പിക്കണേ. ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടല്ലോ. ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് പറഞ്ഞില്ലേ? അതെ, അത് സാറ് നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയാം. 1 ഡേ ഫുള്ള് നമ്മൾ ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ആണ് സ്ട്രൈക്കേഴ്സിനും എനർജീസേഴ്സിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത്. പിന്നെ കംപ്ലീറ്റ് ഫോളോ അപ്പ് ഉണ്ടാവും കേട്ടോ. അതായത് നമ്മൾ ഡെയിലി വന്നിട്ട് നിങ്ങൾ ഇതൊക്കെ ചെയ്യണമെന്ന് പറയുന്നില്ല, നിങ്ങൾ ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ എന്ത് ബുദ്ധിമുട്ടാണല്ലോ എന്നുള്ളത് നമ്മൾ 1-to-1 അറ്റൻഷൻ തരുന്നുണ്ട്. നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടാവും. ആ മെന്റർ വന്നിട്ട് ഡെയിലി നിങ്ങളെ റിമൈൻഡ് ചെയ്യും. നമ്മളൊക്കെ പലപ്പോഴും പറയില്ലേ, നമുക്ക് കുറെ നോളജ് ഉണ്ട്, പക്ഷെ ഇത് പിറകുന്ന് തള്ളാൻ ഒരു പുഷ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് ഒന്നും നടക്കാത്തെന്നുള്ളതിന്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. മെന്റർഷിപ്പ് അവൈലബിൾ ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. മുർഷിദ, വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? ഓൾമോസ്റ്റ് ഏകദേശം ആഡ് ചെയ്തിട്ടുണ്ട്. റിഫ, വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? റിഫ, നമ്മുടെ റിഫ അല്ലേ ഇത്? ഇത് ഇഫ്യാന്ന് തോന്നുന്നു. ഇല്ല എല്ലാം കവർ ചെയ്തു. ഓക്കെ, താങ്ക് യു. ഇതൊക്കെ നമ്മളെ ടീം മെമ്പേഴ്സ് ആണ് കേട്ടോ. അവരാണ് നിങ്ങളെ കണക്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്താനുള്ള ആളുകളാണ് ഇവരൊക്കെ. നമ്മുടെ ടീം മെമ്പേഴ്സ് ആണ്. അപ്പോൾ താങ്ക് യു ഫോർ ജോയിനിങ്. ഒരു ക്ലാസ് എത്ര സ്റ്റുഡന്റ് ആണ്? 20 സ്റ്റുഡൻസ് ആണ് മാം ഉണ്ടാവും ഒരു ക്ലാസ്സിൽ. ഇനി 2 സീറ്റും കൂടെ ആണുള്ളത്. ഒരുപാട് സ്റ്റുഡൻസിന് എടുത്താൽ നമുക്ക് പേഴ്സണൽ അറ്റൻഷൻ ഒന്നും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മാക്സിമം 20 വരെയാണ് പോകാറ്. നെക്സ്റ്റ് ബാച്ച് എപ്പോഴാണ് സാർ തുടങ്ങുന്നത്? മാം ആഫ്റ്റർ 2 months ആണ്. ദാറ്റ് മീൻസ് ഇപ്പം ഒക്ടോബറിലാണ് മാം സ്റ്റാർട്ട് ചെയ്യുക. അതും കൺഫേം നമുക്ക് ഡേറ്റ് അല്ലാത്ത പ്രോഗ്രാംസും വരുന്നോണ്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട് പറയാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഇല്ലതുണ്ടോ? മാമിന്റെ പേരെന്താ? എന്റെ പേര് മിസ്ന എന്നുള്ളതായിരുന്നു. ഓക്കെ, എന്റെ ഒരു സ്റ്റുഡന്റിനെ പോലെ ഫീൽ ചെയ്തു, അതുകൊണ്ട് ചോദിച്ചു. ഓക്കെ, നിങ്ങളുടെ പേരെന്തായിരുന്നു? എന്റെ പേര് ഉമ്മൈവ. ഓക്കെ. താങ്ക് യു. എന്നാലേ വേറൊന്നുമില്ലല്ലോ അല്ലേ? ഏതായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 55 ആൾക്കാരെ കണ്ടായിരുന്നു. ഇപ്പം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയപ്പം 20 ആൾക്കാരാണുള്ളത്. ഏതായാലും താങ്ക് യു ഫോർ ജോയിനിങ്. വീണ്ടും എവിടെയെങ്കിലും വെച്ച് കാണണം. നമ്മൾ എല്ലാവർക്കും അഥവാ യുണീക്ക് എക്സിൽ ജോയിൻ ചെയ്യുന്നില്ലെങ്കിലും നമ്മളുടെ യുണീക്നെസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഒരു 1 ഡേ ഓഫ്ലൈൻ പ്രോഗ്രാം ആണ്. കോഴിക്കോട് ഗോകുലം ഗ്രാൻഡ് ഹോട്ടൽ 5-star ഹോട്ടൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാമാണ്. ഓരോരുത്തരുടെയും ഉള്ളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും പേഴ്സണാലിറ്റിയും ഒക്കെ കണ്ടെത്തിക്കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ യുണീക്നെസ് കണ്ടെത്താനുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിൽ താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാം. അതിന് പേയ്മെന്റ് 4,000 ആണ് വരുന്നത്. അതിൽ 1 month ഓൺലൈൻ ആയിട്ടുള്ള സെഷൻസ് കൂടെ വരുന്നുണ്ട്. 7 ദിവസം ഓൺലൈൻ ക്ലാസ്സും 23 ദിവസത്തെ
ഓൺലൈൻ പ്രാക്ടിക്കൽ ടൂൾസും കൂടെ വരുന്ന പ്രോഗ്രാമാണ്. അതിൽ ജോയിൻ ചെയ്യണം, അതിൽ ജോയിൻ ചെയ്യുക. അതും ഒന്നും അല്ലെങ്കിലും എല്ലാ വീക്കിലും നമ്മൾ യുണീക് ടോക്സ് എന്ന് പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് സെഷൻസ് കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാം. എല്ലാ ശനിയും രാത്രി 8:15 നടക്കുന്ന ഒരു ഫ്രീ സെഷൻ ആണ് യുണീക് ടോക്ക് എന്നില്ല. ഇനി പേയ്മെന്റിന്റെ ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ അതിൽ വന്ന് കൺസിസ്റ്റന്റ് ആയി നമ്മൾ ചെയ്യുന്ന ഒരു ഇവന്റ് ആണിത്. 8:15 നമുക്ക് സമയം ഉണ്ടെങ്കിൽ അവിടെ യുണീക് ടോക്ക് ഉണ്ടാവാറുണ്ട് എല്ലാ സാറ്റർഡേ. ഇപ്പൊ 42 വീക്സ് ആയി കണ്ടക്ട് ചെയ്യുന്ന ഒരു ക്ലാസ് ആണിത്. പറ്റുന്നവരുണ്ടെങ്കിൽ അതിലും ജോയിൻ ചെയ്യാം. ഇപ്പൊ റെക്കോർഡിംഗ്സ് വാച്ച് ചെയ്യുന്നവർക്കാണ് ഞാൻ നമ്പർ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാംസിനെ കുറിച്ചോ വേറെ എന്തെങ്കിലും ഡൗട്ടിനൊക്കെ വേണ്ടിയിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8137023966 അതാണ് നമ്മളെ നമ്പർ വരുന്നത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 81-370-239-66. ഇപ്പൊ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ കണക്ട് ചെയ്യാം കേട്ടോ. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളതോ എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യലുണ്ടെങ്കിൽ അറിയിക്കാം, അല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഇല്ല അല്ല സാർ ഒരു ഡൗട്ട് ഉണ്ട്. സാറിന് ഏത് ടൈമാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്? എന്നെ കോണ്ടാക്ട് ചെയ്യാനോ മിസ്സിനെ കണക്ട് ചെയ്യാനാണോ? അല്ല എനിക്ക് സാറിന്റെ ആ ഓഗസ്റ്റില് നടക്കുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചൊന്ന്. അതും ഈ താഴെ കൊടുത്ത നമ്പറിൽ ഇപ്പൊ പറഞ്ഞ 8137023966 കണക്ട് ചെയ്താൽ മതി. അവരുടെ ഡീറ്റെയിൽ. ഓക്കെ താങ്ക്സ്. താങ്ക് യു അഫീഫ മാം. മാം എവിടെ സ്ഥലം? കണ്ണൂരിൽ. എന്താ ചെയ്യുന്നത്? ഞാൻ ഹൗസ് വൈഫാണ്. ഓക്കെ മാം. എന്താ പഠിച്ചതൊക്കെ? ഞാന് 12th കഴിഞ്ഞ് എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഓൺലൈനായിട്ട് ഇപ്പൊ ഒരു DCP കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മാം ഏതായിരുന്നു ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നത്? ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാ? അതെ. DCP കൗൺസിലിംഗിന്റെ കോഴ്സാണോ? ഡിപ്ലോമ? അതെ. നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മാം? ഇല്ല കണക്ട് ചെയ്തിട്ടില്ല. മാം TSSRന്റെതാണോ ചെയ്തത്? അല്ല ഞാൻ അതല്ല ചെയ്തത്. ഏതായിരുന്നു മാം സ്ഥാപനം? എന്റേത് ഇസ എഡ്യൂക്കേഷണൽ ഹബിന്റെ മലപ്പുറം ഉള്ള. അത് NCRDCന്റെ ആണോ സാറാ? ഓക്കെ സാറിൻ്റെതല്ലേ. ഓക്കെ, ഏതായാലും താങ്ക് യു മാം. മാം എന്നാല് യൂണിക്നെസ് ഫെസ്റ്റിനെ പറ്റി മിസ്സിന്റെ നമ്മളെ ഡീറ്റെയിൽസ്. പ്രോഗ്രാമിന്റെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ നമ്പറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഇപ്പൊ അഫ്സൽ സാറുമായിട്ടുള്ള പേഴ്സണൽ കൺസൾട്ടേഷൻ അങ്ങനെയുള്ളതെങ്കിലും നമ്മൾ ആ നമ്പറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ്. ജോയിൻ ചെയ്തിട്ടില്ല എല്ലായിടത്തും താങ്ക്സ് അറിയിക്കണം ഒന്നും കൂടെ. താങ്ക് യു സോ മച്ച്. ഇനിയുള്ള സെഷൻസിലൊക്കെ വീണ്ടും കണ്ടുമുട്ടാം. ഏറ്റവും നല്ല ട്രെയിനേഴ്സായി, അതൊന്നുമില്ലെങ്കിലും ഏറ്റവും നല്ല മനുഷ്യനായി നമുക്കൊക്കെ ഇവിടുന്ന് മാറാൻ പറ്റിയിട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.